ഇന്ന് എന്നോടൊപ്പം ഉള്ള ഗസ്റ്റ് ഒരു യൂട്യൂബർ ആണ്, പിന്നെ ഒരു ഇൻഫ്ലുവൻസർ ആണ്. എന്തോന്നടാ അവള് സാരിയിൽ ഉടുത്തിരിക്കുന്നു, അതിന്റെ അകത്ത് എന്ത് കപ്പക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുന്നു. ഫഹദ് ബൈസെക്ഷൽ ആണ്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് വാങ്ങിച്ചിട്ടിരിക്കുന്നതാണോ രണ്ടുപേരും കൂടെ? 14 വയസ്സുള്ള പെണ്ണിന് അത്യാവശ്യം ലോക വിവരമൊക്കെ കാണും, ഫോണൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം റൂമിലൊരുത്തം വിളിക്കുമ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? അന്താക്ഷരി വിളിക്കുക. 10-70-75 ബോഡി കൊണ്ടുണ്ടെന്നൊക്കെ പറയുന്നത് ജോണി സിൻസ് ആണ്. അങ്ങനത്തെ ഒരു 14 വയസ്സിൽ നീ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യുന്നു? ഫേക്ക് ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള കുറച്ച് പെൺപിള്ളേർ, അവർക്ക് ഈ ഇംഗ്ലീഷ് നോളജ് ഭയങ്കരമായിട്ടുണ്ട്. ചറപറാന്ന് ഇംഗ്ലീഷാണ്. പക്ഷേ 5 പൈസയുടെ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ബുദ്ധിയില്ലാത്ത കുറെ പെൺപിള്ളേരുണ്ട്. ഇവർ ഇതുപോലെ ഒരാളിനെ ടാർഗറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് അറ്റാക്കി. ഞാൻ പിന്നെ അതിനെ വിട്ട്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിന് എങ്കിൽ ഞാൻ അതൊരു പ്രൊഫഷൻ ആക്കും. നാളെ തൊട്ട് ഞാൻ മറ്റേ എസ്മ സീരീസ് പോലെ ഞങ്ങൾ തുടങ്ങും. ഹായ്, ഞാൻ അശ്വതി. ഗ്ലോബൽ നെറ്റ്വർക്കിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ള ഗസ്റ്റ് ഒരു യൂട്യൂബർ ആണ്, പിന്നെ ഒരു ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം. ഹായ്. അരവിന്ദ് അല്ലേ? എന്താ അരവിന്ദ് എന്നുള്ള പേരിടാതെ IG എന്നൊക്കെ ഇട്ട് ചെയ്യുന്നത്? ഇപ്പൊ ശരിക്കുള്ള പേരിടാൻ പറ്റില്ലല്ലോ, സ്റ്റേജ് നെയിം വേണം. അപ്പൊ അങ്ങനെയായിട്ടാണ് IG ബ്രോസ് എന്ന പേരിട്ടത്. നമ്മൾ ആജന്മ ശത്രുവായിരുന്നു കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങില് ഭയങ്കരമായിട്ട് വഴക്കിട്ട് ഞാൻ അന്ന് ആലോചിച്ചില്ല നിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റുന്നുണ്ട്. അതിൽ നീ അഭിമാനിക്കൂ. എന്ന് വെച്ചാ പണ്ട് ഭയങ്കര വഴക്കായിരുന്നു. എന്നെ ട്രോളി റിയാക്ട് ചെയ്ത്, അതും ഭയങ്കര ക്ലോസറ്റിനെടുത്ത് ഫ്ലഷ് അടിക്കുന്നതൊക്കെ ഇവർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളൊരു വഴക്കുണ്ടായ അന്ന് എന്റെ ശത്രുവായിരുന്നു. പിന്നെ നമ്മളങ്ങ് ഇന്ത്യയില്ലേ, അങ്ങനെ എത്ര റിയാക്ട് ചെയ്തിട്ട് ആൾക്കാരെ കമ്പനി ആയിട്ടുണ്ട്. ഒത്തിരി റിയാക്ഷൻ, പ്രത്യേകിച്ച് ഗേൾസിനാണ് റിയാക്ട് ചെയ്യുന്നത്. കുറെ റിയാക്ഷൻ ഒക്കെ എല്ലാരും ഒരു കോമഡി സെൻസിലൊക്കെ ആയിരിക്കും കൂടുതൽ എടുക്കുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് അത് ഹേർട്ട് ആവും. അത് അപ്പൊ എന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അത് വീഡിയോസ് ഒഴിവാക്കും. കാരണം നമ്മള് സർക്കാസ്റ്റിക് മൈൻഡിലാണ് ചെയ്യുന്നത്, അല്ലാതെ അവരെ ഹേർട്ട് ആക്കണമെന്നല്ല, അവർക്കൊരു ഇതാ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. അവളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാറ്റി റിമൂവ് ആക്കും. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. എനിക്കൊരു വീഡിയോ റിമൂവ് ആയെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ പ്രശ്നമില്ല. പക്ഷെ ചില ആൾക്കാർ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. അത് ഭയങ്കര രീതിയിൽ അത് നമ്മൾ പറയാത്തൊരു സംഭവം അവരത് പറയാനൊക്കെ വേറൊരു സംഭവം പറഞ്ഞു പരത്തും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെ ഈ ഫീൽഡിലോട്ട് വന്നത്? എന്താണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്? അതായത് ഞാൻ ഈ കൊറോണ ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലോട്ട് വന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഏകദേശം 1 വർഷം ആവത്തുള്ളൂ. കൊറോണ ടൈമില് ഞാനൊരു ഫ്രീ ഫയർ യൂട്യൂബർ ആയിരുന്നു. ഗെയിമിംഗ് ആയിരുന്നു. അപ്പൊ ആ സമയത്താണ് ഞാൻ ഈ ഗെയിമിംഗ് ഫീൽഡിലോട്ട് വന്നത്. അപ്പോൾ സ്ട്രീം ഇടുമായിരുന്നു, പിന്നെ ഗെയിമിംഗ് വീഡിയോസ് കണ്ടന്റ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്നു. അങ്ങനെ ഒരു 90K സബ്സ്ക്രൈബർ ആയ സമയത്ത് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു, ഒരു 3 വർഷം. ആ 3 വർഷത്തിന് ശേഷം കുറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അതൊക്കെ ഓവർകം ചെയ്തിട്ടാണ് പിന്നെ ഇപ്പം ഇൻസ്റ്റയിൽ വന്നത്. ഇൻസ്റ്റയിൽ വന്നിട്ട് 1 വർഷം ആവത്തുള്ളൂ. ഇൻസ്റ്റയിൽ എനിക്ക് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 7K ഫോളോവർ ഉണ്ടായിരുന്നു. ഇപ്പം 3 ലക്ഷത്തിന് പുറത്ത് ഫോളോവേഴ്സ് ഉണ്ട്. എങ്ങനെയുണ്ട് ആ ഒരു ഗ്രോത്ത്? ഇപ്പം 3 lakh ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല. അത്രയും നമ്മളൊരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ അത്രയും ഒരു റീച്ച് കിട്ടത്തുള്ളൂ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ഗ്രോത്ത്? 3 lakh എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഞാൻ വീഡിയോസ് എല്ലാ ദിവസവും ചെയ്തു പോകും. കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഫോളോവേഴ്സ് താനെ കയറുന്നത് അത് നമ്മുടെ കണ്ടന്റ് ഇഷ്ടമുള്ളതുകൊണ്ട്, നമ്മുടെ സംസാര രീതി ഇഷ്ടമുള്ളതുകൊണ്ടും, പിന്നെ എക്സ്പ്രഷൻസ്, അങ്ങനെ പല സംഭവങ്ങളും. മീമാണ് ഞാൻ എല്ലാ ടൈപ്പ് കണ്ടന്റ്സും ചെയ്യും, റിയാക്ഷൻസ് ചെയ്യും, മീം ചെയ്യും, അങ്ങനെ ഓരോ സാധനങ്ങൾ ഞാൻ ചെയ്യും. അപ്പൊ അത് അവർക്ക് പിന്നെ അവരുടെ ലൈഫിൽ റിലേറ്റബിൾ ആയിട്ടുള്ള പല സംഭവങ്ങളും ഞാനത് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവര് അങ്ങനെ എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടുന്നോണ്ടാണല്ലോ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ കുറെ നാള് ബ്രേക്കപ്പിന്റെ കാര്യമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി വലുതായിട്ട് പറയാൻ താല്പര്യം ആദ്യമേ പറഞ്ഞു. എന്നാലും ഒരു കോണ്ടന്റ് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം അരവിന്ദിനെ അറിയുന്ന വെച്ചാൽ ഒരു പെണ്ണ് എന്നെ തേച്ചു, ഒരു ബെസ്റ്റിലൂടെ പോയി എന്നെ തേച്ചു, അതിങ്ങനെ പറഞ്ഞ ഒരു റീൽസ് ഇടുമായിരുന്നു. അപ്പൊ അതെന്തായിരുന്നു ആക്ച്വലി? അത് അത്രയും ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അല്ല, ഞാൻ ആക്ച്വലി അങ്ങനെ വീഡിയോ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചല്ല. ഇപ്പം ഇപ്പോഴത്തെ കാര്യം അറിയാലോ, എന്തെങ്കിലും നമ്മളൊരു ഗേൾ നമുക്ക് ഈസിയായിട്ട് നമ്മൾ കൊടുക്കാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് അത് ബ്രേക്ക് ആയതിനു ശേഷം പുള്ളിക്കാരത്തി നമ്മുടെ ലൈഫ് വെച്ച് കളിക്കുന്ന ഒരു സെറ്റപ്പിലോട്ട് പോയി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ പേഴ്സണലി ഉണ്ടാക്കിയിട്ടപ്പോൾ എനിക്ക് എന്റെ സൈഡ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 2 വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എനിക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അതായത് പല ആൾക്കാരും വന്ന് ചോദിക്കും എന്താണ് പ്രശ്നം, അങ്ങനെ എനിക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അതിലെനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. ഇപ്പൊ അത് പോസ്റ്റ് ചെയ്യേണ്ടി ഇരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം അത് നമ്മുടെ ലൈഫിന്, പിന്നത്തെ ലൈഫിന് നമ്മളത് ബാധിക്കും. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്ത് പറയുമ്പം പല ആൾക്കാരും അത് വെച്ച് മുതലെടുക്കും. പിന്നെ അത് വെച്ച് പല കാര്യങ്ങളും നമുക്ക് ഫ്യൂച്ചറിൽ പ്രശ്നം വരും.
പക്ഷെ പുള്ളിക്കാരുടെ ഒരു ഫേസ് ബ്ലർ ആക്കിയിട്ട് സ്റ്റോറീസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഉം. അപ്പം അതെന്തായിരുന്നു റീസൺ? അത്രയും നമുക്ക് ദേഷ്യം വന്നിട്ടാണോ അതോ പിന്നെ എന്തോ മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞൊരു അത് എന്നെ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ആള്. നല്ല രീതിയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച് തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊതുവെ നമ്മൾ അത്രയും ദ്രോഹിക്കുന്ന ഒരാളുടെ അടുത്ത് ഒരു ദേഷ്യം നമുക്ക് കാണാം, ആർക്കായിരുന്നാലും കാണും. എനിക്ക് ഈ ലോകത്ത് വേറെ ആരുടെ അടുത്ത് ഒരു ദേഷ്യമോ അങ്ങനെയൊന്നും എനിക്കില്ല. പുള്ളീന്റെ അടുത്ത് മാത്രമേ എനിക്കുള്ളൂ. അത് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ചിലപ്പോൾ അതൊരു സോറിയിൽ തീരാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളതിനൊരു കോൺവെർസേഷൻ വന്നാൽ ചിലപ്പോൾ അത് മാറുമായിരിക്കും. പക്ഷെ സ്റ്റിൽ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു കോണ്ടാക്ട് വെച്ചിട്ടില്ല. കോണ്ടാക്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ട് പുള്ളിക്കാരി? ചെയ്തിട്ടുണ്ട് ഇങ്ങനെ റീച്ച് ഒക്കെ ആയതിനു ശേഷം? ഇല്ല ശപിച്ചിട്ടുണ്ട് എന്നെ, നശിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എത്തി. അങ്ങനെ ഈ പെണ്ണുങ്ങൾ ശപിച്ച നടക്കുമെന്നൊക്കെ കുറെ പേര് പറയും. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കും. അങ്ങനെയൊന്നുമില്ല. ആര് ശപിച്ച നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തേക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഇത്രയും റീച്ച് ആയതിനു ശേഷം ഒരിക്കൽ പോലും മെസ്സേജ് പുള്ളിക്കാരത്തി ആക്ച്വലി മാരീഡ് ഒക്കെ ആയി പോയി, പുതിയൊരു ഫാമിലി, പുതിയൊരു ജീവിതത്തിലിട്ട് പോയി. പിന്നെ നമ്മളിനി അത് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ പുറകെ കിടന്നിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരുന്നാലും ആ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരത്തിന് എന്റെ സ്റ്റോറി പറഞ്ഞല്ലേ ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഒരു വീഡിയോ കാണുമ്പോൾ അതില് നമ്മൾ റിലേറ്റബിൾ ആയിട്ട് എന്ത് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാന്ന് മാത്രമേ ഞാൻ നോക്കണുള്ളൂ. അപ്പൊ അത് അതേ ഫേസ് അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കത് റിലേറ്റബിൾ ആവുന്നതുകൊണ്ട് മാത്രമാണ് അത് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും സൈഡിലൊരു ബെസ്റ്റ് കാണും, ചുമ്മാ ടൈം പാസിനായിരിക്കും, എന്നിട്ട് ബ്രേക്കപ്പ് ആവും, എന്നിട്ട് അവനെ കൊടുക്കാൻ വേണ്ടി പീഡനത്തിന് കേസ് കൊടുക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു ഒത്തിരി ആൾക്കാരുടെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് ആണുങ്ങളോട് എന്താണ് പറയാനുള്ളത്? ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് സേഫ് ആയിരിക്കുക. ഒരാളിനെ നല്ലതുപോലെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം റിലേഷൻഷിപ്പിൽ പോകാനൊക്കെ ശ്രമിക്കുക. കാരണം നമ്മളിപ്പം വിചാരിക്കുമ്പോൾ അത് ആണെന്നല്ല പെണ്ണെന്നല്ല, എൻ്റെ അടുത്ത് കൂടുതലും ഗേൾസ് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതുപോലെ ചതിക്കപ്പെട്ടു, ഇതുപോലെ പല പല ടോക്സിക് റിലേഷനിലും പോയി പണി കിട്ടി എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഇപ്പോഴും ഫേസ് ചെയ്ത് പുറത്തു വരാൻ പറ്റാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. റീസെന്റ് എനിക്കൊരു ഗേള് മെസ്സേജ് അയച്ചതും അങ്ങനെയാണ്. പുള്ളിക്കാരത്തിക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ഒരു 6 വർഷത്തെ റിലേഷൻ ആയിരുന്നു. പുള്ളിക്കാരത്തി ഭയങ്കര സീരിയസ് ആയിരുന്നു, ഒരു ഫിസിക്കലി ഭയങ്കര അവൻ യൂസ് ചെയ്തതാണ് ആ പുള്ളിക്കാരത്തി. എന്നിട്ട് ഇവള് നല്ല രീതിയിൽ അത് എഫേർട്ട് എടുത്ത് പുള്ളി ഇവിടെ നിന്ന് പോയി അബ്രോഡ് പോയി UK സെറ്റിലായി. അപ്പൊ UK സെറ്റിലായപ്പം ഇവള് ഇവിടെ നിന്ന് കുറെ പൈസയൊക്കെ മറിച്ച് അവൻ്റെ അടുത്ത് പോയി. അവൻ്റെ അടുത്ത് പോയിട്ട് പുള്ളിക്കാരി വന്നപ്പം കണ്ടതല്ലേ, നേരിട്ട് കണ്ടപ്പോൾ ഒരു സ്നേഹ പ്രകടനങ്ങളും കാഴ്ച ഒരു പ്രശ്നമില്ലാതെ പോയി. ഒരു കുറച്ചു കാലം, ഒരു 2 മാസത്തോളം അവർ ലിവിങ് ടുഗദർ പോലെ ആയിട്ട് പിന്നെ പുള്ളിക്കാരത്തിനെ പറഞ്ഞ് നാട്ടിലോട്ട് വിട്ടതിന് ശേഷം ബ്രേക്കപ്പ് പറഞ്ഞു, നമ്മൾ തമ്മിൽ ശരിയാവില്ല, സെറ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ പുള്ളിക്കാരത്തി ഇതുവരെയും കല്യാണം കഴിക്കാതെയൊക്കെ ജീവിക്കുന്നത്. എനിക്ക് അങ്ങനെ കുറെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ചെറുക്കന്മാരുടെ അടുത്ത് മാത്രമല്ല പെൺപിള്ളേരുടെ അടുത്തും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പം ഒരു ട്രൂ ലവ് നമ്മൾ കാണുന്നില്ല സൊസൈറ്റി ഫുള്ള്. ട്രൂ ലവ് അങ്ങനെ ഇല്ലെന്നൊന്നും അല്ല, ഉണ്ട്. എന്നാലും കൂടുതലും മെജോറിറ്റി നല്ലോണം നടക്കുന്നുണ്ട്. ഒരാൾ നിൽക്കുമ്പോൾ തന്നെ വേറൊരാളുടെ അടുത്ത് റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ട്, ബെസ്റ്റ് റിലേഷൻഷിപ്പ് വെക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു ബെസ്റ്റിനെ വെച്ചിരിക്കുന്നത് തെറ്റൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ വേറൊരാളിനെ വെച്ചിരിക്കാൻ പാടില്ല. അതിപ്പോഴത്തെ കാലത്ത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു ബെസ്റ്റി വേറൊരു റിലേഷൻഷിപ്പ്, ഒരു സിംഗിൾ ആയിരിക്കുന്ന ഒരാൾക്ക് അവരുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ആയിക്കോളാം. പക്ഷേ ഇല്ല, എനിക്ക് ബെസ്റ്റ് ഒന്നുമില്ല, റിലേഷനും ഇല്ല, ഇപ്പോഴും സിംഗിൾ ആണ്. ഓക്കെ, അതെന്താ എനിക്കൊരു പെണ്ണെ വേണ്ട? ഇല്ല, എല്ലാ ആണുങ്ങൾക്ക് ഒരു തേപ്പ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇനി പെണ്ണിന് വെറുപ്പാ, പെണ്ണുങ്ങൾ വേണ്ട എന്നൊക്കെ പറഞ്ഞു. അല്ല, ഈ പെണ്ണുങ്ങളെ വെറുപ്പെന്ന് പറഞ്ഞ ഒരു ഫേസ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഒരു വർഷത്തോളം എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ, ഞാൻ ആ ഒരു ട്രോമയിലും കൂടെ കടന്ന സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി എല്ലാ പിള്ളേരും എല്ലാ പെണ്ണുങ്ങളും തേപ്പുകാരികളല്ല എന്നൊരു സംഭവം. നമ്മളെ പോലെ തന്നെ അവർക്കും കുറെ ആൾക്കാർ അങ്ങനെ അനുഭവിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം ഓക്കെ, ഇപ്പൊ ഒത്തിരി ഗേൾസിനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. കൂടുതലും എനിക്ക് ഗേൾസിനെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ഡ്രസ്സിങ്ങോ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഗ്ലോറിയ എന്നുണ്ട് ഇൻഫ്ലുവൻസർ ഉണ്ട്, പുള്ളിക്കാരി ഒരു ഷോളിന്റെ എന്തോ ഒരു സാധനം പൊതുവെ ഗേൾസിന് ആക്ച്വലി ആക്ച്വലി ഇഷ്ടമാണ് പുള്ളിക്കാരുടെ റീല്. പുള്ളിക്കാരി പറയുന്നുണ്ട് ബോയ്സ് സ്കിപ്പ് ചെയ്യണം, ഇത് ഞാൻ ഗേൾസിന് വേണ്ടി ഇടുന്നത്. പക്ഷെ അതെടുത്ത് റിയാക്ട് ചെയ്തപ്പോ ഒത്തിരി ഒരു സംഭവം പുള്ളിക്കാരി ബ്ലോക്ക് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും. ആക്ച്വലി ആ വീഡിയോ ഞാൻ ചെയ്ത മറ്റേ ഡ്യൂഡ് സിനിമയിലെ ഒരു സീന് ചുമ്മാ ഇൻസ്പയർ ആയി ചെയ്തതാണ്. അത് ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തിന്റെയോ അല്ല വേറൊരു മോശപ്പെട്ട രീതിയിലല്ല ഞാൻ ചെയ്തത്. ലൈക്ക് എനിക്ക് പുള്ളിക്കാരത്തിന്റെ വീഡിയോസ് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഡാൻസ് കാര്യങ്ങളൊക്കെ വൈറലായ സമയത്തൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ അപ്പം പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ കാണിക്കുന്ന വീഡിയോയിൽ എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. പിന്നെ ഇപ്പോഴത്തുള്ള റീസെന്റ് കണ്ടൻസ്. അപ്പൊ അത് വെച്ചാണ് ഞാൻ ചെയ്തത്. അല്ല അവള് ഷാളിട്ടതിനെ കുറിച്ചിട്ടൊന്നും അല്ല ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത്. ഞാൻ ആക്ച്വലി ആ വീഡിയോയിൽ ഒരു വാക്കുപോലും ഞാൻ മിണ്ടുന്നില്ല, ഞാൻ ഒരു കാര്യം സംസാരിക്കുന്നില്ല. പക്ഷെ അത് അവര് ഭയങ്കര നെഗറ്റീവായിട്ട് ഭയങ്കര, പക്ഷെ നല്ല റീച്ച് ആയി ആ വീഡിയോ. അത് വെച്ച് കുറെ പ്രശ്നങ്ങളും ഉണ്ടായി. പക്ഷെ ഞാൻ ഒന്നും മിണ്ടാത്തത് കൊണ്ട് ഞാൻ സേഫായി. ഞാൻ എന്തെങ്കിലും അതിന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവും. പെണ്ണുങ്ങളായിട്ട് നേരത്തെ അരവിന്ദ് പറഞ്ഞായിരുന്നു
ഇപ്പം റിയാക്ഷൻ ചെയ്യാൻ കൊടുക്കുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ്. ഇപ്പൊ എന്റെ വീഡിയോയിലും പെണ്ണുങ്ങൾ തന്നെയാണ് റിയാക്ട് ചെയ്യാൻ കൊടുക്കുന്നതെന്ന്. ആക്ച്വലി പെണ്ണുങ്ങളോട് ഈഗോ ഉണ്ടോ? എനിക്ക് മൊത്തം കേട്ടുള്ള കാര്യമാണ് പെണ്ണുങ്ങളാണ് എല്ലാവർക്കും റിയാക്ഷൻ ചെയ്യാൻ വീഡിയോ കൊടുക്കുന്നതെന്ന്. ഇപ്പൊ ഗേൾസിന്റെ തന്നെ ശത്രു നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും ആണുങ്ങളാണ്. അത് ഒരു കാര്യം പറഞ്ഞാൽ ഈഗോ. പിന്നെ ചില കാര്യങ്ങളിൽ ഇപ്പൊ നമ്മുടെ ചിന്തകളോട് മാച്ച് ആവുന്ന പെമ്പിള്ളേരും ഉണ്ട്. നല്ല ചിന്തയാ. നല്ല ചിന്തയെന്നല്ല ഞാൻ ഇപ്പൊ പറയാം. ഇപ്പൊ നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷെ നീ ഇപ്പൊ ഒരു ബീച്ച് സൈഡിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് വേറൊരു സ്ഥലത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വേറെ രീതിയിൽ കാണും, വേറെ രീതിയിൽ അഭിപ്രായം പറയും. മനസ്സിലായി. ഇത് തന്നെയാണ് ബീച്ചിൽ ഇടേണ്ട ഡ്രസ്സ് എന്താണ്, അത് എവിടെയാണ് ഇടേണ്ടത്? അമ്പലം ഒഴിച്ച് നീ വേറെ എന്ത് വേണം? ഞാൻ നോക്കട്ടെ, ബീച്ചിൽ ഇടേണ്ട ഡ്രസ്സ് എവിടെയൊക്കെയാണ് ഇടേണ്ടത് ഞാൻ നോക്കട്ടെ. ബീച്ചിലിടേണ്ട ഡ്രസ്സ് ഇപ്പം ബീച്ചിൽ ഒരു ബിക്കിനി ഇട്ടോണ്ടിരിക്കുന്നത്. ബീച്ചിൽ ബിക്കിനി ആൾക്കാരുടെ തോട്ടുണ്ട്. ബീച്ചിൽ ബിക്കിനി മാത്രമേ ഉണ്ടാവൂ അങ്ങനെ? അങ്ങനെയല്ലല്ലോ പറഞ്ഞ. ഞാൻ ഉദ്ദേശിച്ചത് ബിക്കിനി ആണല്ലോ പീക്ക്. അതിനപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. പിന്നെ തുണിയിലാണ്ട് നിൽക്കാൻ പറ്റൂലല്ലോ ബീച്ചില്. അത് വേറെ സംഭവമില്ലേ. ഓക്കെ. അപ്പൊ ബിക്കിനി ഇട്ടിട്ട് നമുക്കൊരു കല്യാണത്തിന് പോകാൻ പറ്റുമോ? ഒരു 10 ആൾ കൂടുന്ന ഇത്തിരി വലിയ ആൾക്കാർ വരുന്ന സ്ഥലത്ത് പോകാം, ഫ്രീഡം ഉണ്ട്. പക്ഷെ ആൾക്കാരെ വാടപ്പിക്കാൻ പറ്റില്ലല്ലോ. ഈ പ്രായം ഒരു അമ്മൂമ്മന്റെ ഫ്രണ്ടിൽ ചെന്ന് അതുപോലെ അവരെന്ത് പറയും? ഓരോ സ്ഥലത്ത് പോകേണ്ട ഒരു മാന്യതയുണ്ട്. ആ മാന്യമായിട്ടുള്ള ഡ്രസ്സ് എനിക്ക് ഇഷ്ടം പോലെ മോഡലിംഗ് ഫീൽഡിലുള്ള പെമ്പിള്ളേർ എന്റെ കമ്പനിയുണ്ട്. കുറെ ആൾക്കാർ എനിക്ക് പല പല മേഖലയിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഇതേവരെ നിന്നല്ലോ പേഴ്സണലി ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആ ഒരു വീഡിയോ കാണുന്നത് അത് കളയുന്നു. അവർക്ക് പേഴ്സണലി വിഷമാകുമ്പോൾ ഞാൻ അത് ഒഴിവാക്കുന്നു. പിന്നെ അത് ഹെയ്റ്റ് സ്പ്രെഡായി പോകുന്നു എന്നൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. പല ആൾക്കാർ വലിയ ഇൻഫ്ലുവൻസേഴ്സ് വരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഗേൾസ് ആയിട്ടുള്ള. അപ്പൊ ഞാൻ അത് ഒഴിവാക്കി കൊടുക്കുന്നതിന് ഞാൻ എന്റെ സൈഡിൽ നിന്ന് തെറ്റൊന്ന് സോറിയും പറയുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഡ്രസ്സിങ്ങിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പം അരവിന്ദിന്റെ മൈൻഡിൽ ഒരു അടുത്തൊരു റിലേഷൻ ആവുന്ന ഒരു പെൺകുട്ടി ഭയങ്കര ട്രഡീഷണൽ ആയിരിക്കണം, അങ്ങനെയുണ്ട്? അത് മോഡേൺ ഡ്രസ്സ് ഇടണം, അങ്ങനെയുണ്ട്? ഇപ്പൊ പൊതുവെ ആൾക്കാരും ഡ്രസ്സിങ് നമുക്കൊരു പ്രശ്നമില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് ഒരു ഗേൾ ഫ്രണ്ട് വരുമ്പോ ആണുങ്ങള് ഒബ്വിയസ്ലി സെൽഫിഷ് ആവാറില്ലേ? എന്റെ ഗേൾ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടാൽ മതി എന്ന് പറയുന്ന ആൺപിള്ളേർ ചിലതുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അരവിന്ദിനപ്പൊ എന്താ അഭിപ്രായം? അല്ല, എനിക്കങ്ങനെ ഇനി ഒരു റിലേഷൻഷിപ്പില് ഞാൻ പോകൂല. ആക്ച്വലി അങ്ങനെ കല്യാണമേ ഇല്ല. അല്ല, അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല. പ്രേമം അങ്ങനെയൊന്നും ഇല്ല. അവിടെ അവന്മാരൊന്നും ചിരിക്കുക. അപ്പൊ എന്തുകൊണ്ട് അല്ല ഇനി ഒരിക്കലും അഥവാ പ്രേമിച്ചാലും അങ്ങനെ റിലേഷനിലായിട്ട് ഇനി ഒരിക്കലും അത് ആ പരിപാടിയില്ല. അത് നിർത്തി. കല്യാണം ഡയറക്റ്റ്. അല്ല, നമ്മളൊരാളെ മനസ്സിലാക്കണം. അതൊരിക്കലും അരവിന്ദ് പെണ്ണാണ് പോകുമ്പോ സാരി എപ്പോഴും അങ്ങനെയൊന്നുമില്ല. എനിക്ക് മോഡേൺ ഡ്രസ് ഇടുന്നത് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, പൊതുവെ കുറെ ഗേൾസ് ഞാൻ കണ്ടിട്ടുള്ള ഒരു കോമന്റ് ആണ്. വേറെ ആൾക്കാർ ഇയാളെ റിയാക്ട് ചെയ്യുമ്പോൾ ഇവന് പെണ്ണുങ്ങളോട് ഭയങ്കര ദേഷ്യമാണ്, പെണ്ണുങ്ങൾ മോഡേൺ ഡ്രസ് ഇടുമ്പോ. എനിക്കൊന്ന് അടിക്കണം ഇങ്ങനെ ഇരിക്കുന്നു. പെണ്ണുങ്ങൾ മോഡേൺ ഡ്രസ് ഇടുമ്പോഴത്തേക്കും എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെടത്തില്ല എന്നൊരു തോട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിലൊരു മിസ്അണ്ടർസ്റ്റാൻഡ് ആയിരിക്കാം. ഇല്ല, എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നപ്പോഴേ ആ കുട്ടി മോഡേൺ ഡ്രസ് ഇടുമായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ് ഇടുമ്പോൾ വേറെ പ്രശ്നമില്ല. പക്ഷെ തീരെ വൾഗറായിട്ട് അതിപ്പോ ഒരു പയ്യന്മാർക്കും ഇഷ്ടപ്പെടില്ല. തീരെ വൾഗറായിട്ടൊക്കെ ഒരു ഡ്രസ്സ് ഇടുമ്പം നമ്മളത് അവർക്ക് പറയും ഇത് മോശമാണ്, ആൾക്കാർ വേറെ രീതിയിൽ. നമുക്കത് കൊള്ളണേന്ന് വെച്ചാൽ നമ്മൾ അവരോടെ പോകുമ്പോൾ വേറൊരാള് അവരെ വേറെ രീതിക്ക് നോക്കുന്ന കാണുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടില്ല. കാരണം ആണുങ്ങൾക്ക് ആണുങ്ങളെ മനസ്സിലാവും, ഒരാണെ ഏത് രീതിയിലാണ് ഒരാളെ നോക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് അവർക്ക് മനസ്സിലാവണമെന്നില്ല, പക്ഷെ പറഞ്ഞ് നമ്മള് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ അത് അവർ അക്സെപ്റ്റ് ചെയ്യണം. അത് റിലേഷൻ ആയിരുന്നാലും ബന്ധം എന്ന് പറയുമ്പോൾ പാർട്ണറിന്റെ ഒരു സംഭവം, ഒരു ഒപ്പീനിയനെ റെസ്പെക്ട് ചെയ്യുന്നതാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ആ ഒരാളുടെ സ്നേഹം കൊണ്ട് ഞാൻ ചെയ്യണം. ഇപ്പൊ നിനക്ക് ഈ ഷർട്ട് മൊത്തം ബട്ടൺസ് ഫുൾ ഇടാൻ പറഞ്ഞാൽ നീ എപ്പോഴും അത് ഇട്ടോണ്ടിരിക്കും? ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, ഞാൻ എന്റെ ഒരു കാര്യം ചോദിച്ചേ ഉള്ളൂ, പേഴ്സണലി ഒന്നും എടുക്കരുത്. അല്ലാതെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണോ ചിലരുടെ തൊട്ട് നമുക്ക് മനസ്സിലാവും. ചില ആൾക്കാർക്ക് പെണ്ണെ വേറെ ആൾ നോക്കുന്ന ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, വൾഗറായിട്ട് നോക്കുന്നതായാലും മോശമായിട്ട് നോക്കിയാലും. പക്ഷെ വേറെ വീഡിയോയും റിയാക്ട് ചെയ്തിട്ടുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ റേപ്പ് ചെയ്യുന്ന കാലഘട്ടം വരെ ഉണ്ട്. അവിടെ അത് ഡ്രസ്സിങ്ങിനോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ. അത് അരവിന്ദിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചു കുഞ്ഞിനെയൊക്കെ ഏതൊരു ഒരു ബംഗാളിലോ വെസ്റ്റ് ബംഗാളിലോ കുഞ്ഞു കൊച്ചിനെ തലക്കിട്ട് എന്തോ ഇരുന്നിട്ടാണെന്ന്. അങ്ങനെ ഒരു സമൂഹം ഉണ്ട്, ഡ്രസ്സിങ് അല്ല. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാ? സെക്ഷലി ഫ്രസ്ട്രേഷൻ ഉള്ള കുറെ ആൾക്കാരുണ്ട്. ഒരുമാതിരി ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പ്രാന്ത് അല്ലെങ്കിൽ ഒരു റേജ് ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരാണ് ഇങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിപ്പം ഇടയ്ക്ക് ഈഗിൾ ഗെയിമിങ് ഒരു കാര്യം പറഞ്ഞത്, സ്വന്തം അമ്മേന്റെയും സ്വന്തം സഹോദരിന്റെയും വരെ ഫോട്ടോസ് എടുത്ത് ടെലഗ്രാം ഗ്രൂപ്പിൽ സെല് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം അത് നമ്മൾ കേരളത്തിലുള്ള കൊച്ചു പിള്ളേരാണ്. അതായത് അമ്മയും സഹോദരി എന്ന് പറയുമ്പോൾ ഇപ്പം എന്റെ അമ്മയാണെങ്കിൽ പോലും എന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കില്ല ഇവ എങ്ങനെ ചെയ്യുമെന്ന്. അവര് നമ്മുടെ അടുത്ത് ഒരു കംഫർട്ടബിൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പൊ അതുവരെ എടുത്ത് സെല് ചെയ്യുന്ന അങ്ങനെ അത്രയ്ക്കും പ്രാന്ത് പിടിച്ച് കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിപ്പം നോർത്ത് ഇന്ത്യയിലല്ല, ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇപ്പൊ റീസെന്റ് കുറെ സംഭവങ്ങൾ അതിനെ ബേസ് ചെയ്ത് നടക്കുന്നുണ്ട്. പ്രായപൂർത്തിയാത്ത പയ്യൻ 16 വയസ്സുള്ളവൻ 14 വയസ്സുള്ളവനെ പെണ്ണിനെ പീഡിപ്പിച്ച് കൊല്ലുന്നു.
ഇപ്പൊ റീസെന്റ് ഒരു സംഭവം 14 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെ അച്ഛനും പിന്നെ ബന്ധുക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ബലാത്സംഗം ചെയ്ത സംഭവമുണ്ട്. അപ്പൊ അതൊക്കെ ഒരു കൈൻഡ് ഓഫ് രോഗമാണത്. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഞാൻ എന്നെ പറ്റി മാത്രം ചിന്തിച്ചത്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിരിക്കണം. അതൊരിക്കലും വസ്ത്രധാരണത്തിന്റെ അല്ല. ഈ കൊച്ചു പിള്ളേരെ ഒന്നും കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നാനാണ്? അപ്പൊ എനിക്ക് എന്റെ പെങ്ങൾക്കും പിള്ളേരൊക്കെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നൂല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ലീഗൽ ഗെയിമിംഗ് ഒരു വീഡിയോ ഇട്ട കാര്യം, അത് ഇപ്പം ആക്ച്വലി കൊച്ചു പിള്ളേരാണ് ഈ ടെലിഗ്രാം ഒക്കെ തുടങ്ങി സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും ഫോട്ടോ ഇട്ടിട്ട് അത് നോക്കുന്നത് വൾഗർ ആയിട്ട് ഇടുന്നത്. ആക്ച്വലി അത് പാരന്റിങ്ങിന്റെ പ്രശ്നമാണ്. അവർക്ക് ഫോണ് മേടിച്ചു കൊടുത്ത് ഈ പ്രായത്തിന്റെ ഒരു പ്രശ്നമാണ്. ആക്ച്വലി അത് ഇപ്പൊ പറയാനുള്ള ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ കോവിഡ് സമയത്ത് ഈ ഓൺലൈൻ ക്ലാസ് വന്നപ്പോഴേ എല്ലാവരുടെ കയ്യിലും ഫോൺ കിട്ടി. എനിക്കും അപ്പോഴാ ഫോൺ കിട്ടിയത്. അപ്പൊ എല്ലാവരുടെ കയ്യിലും ഫോൺ കിട്ടി. ഓൺലൈൻ ക്ലാസ് അത് എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവമായിട്ട് എല്ലാവരുടെ കയ്യിലും ഫോൺ കിട്ടി. അപ്പം പാരന്റ്സിന് കൂടുതലായിട്ടും ഈ ഫോൺ ഉപയോഗിച്ചൊന്നും വലിയ പരിചയം കാണില്ല മിക്ക പാരന്റ്സിനും. ഇപ്പൊ കുറെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സിന് അറിയാമായിരിക്കും, പക്ഷെ അത്രയും ഫ്രീഡം അവർക്ക് കിട്ടി. അപ്പൊ അവർ ഈ ഫോണിന്റെ അകത്ത് ഓരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പല പല സംഭവങ്ങളിലോട്ടും പോയിട്ട് അങ്ങനെയാണ് ഇവരെ അത് പാരന്റ്സ് ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെയാണ്. അവർക്ക് അറിഞ്ഞൂടാ, വിദ്യാഭ്യാസം ഇല്ലാത്ത പാരന്റ്സ് ഒക്കെ കാണും, അവർക്ക് നോക്കാൻ അറിഞ്ഞൂടാ ടെലഗ്രാം എന്താണ്, സ്നാപ്ചാറ്റ് എന്താണ്, അല്ലെങ്കിൽ വാട്സാപ്പിൽ എന്താണ് ഇവർ ചെയ്യുന്നത്, ക്രോമിനകത്ത് കയറി എന്താണ് സെർച്ച് ചെയ്യുന്നതെന്നൊന്നും ഇവർക്ക് അറിയില്ല. ആരുടെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്ന ഇൻസ്റ്റ വഴിയാണ്. ഓരോ റിലേഷൻഷിപ്പിലാകുന്നു, പെൺപിള്ളേരുടെ അടുത്ത് വേറെ രീതിയിൽ പെരുമാറുന്നു. അതിൽ കൂടുതലും പ്രായപൂർത്തിയാത്ത പെൺപിള്ളേരുടെ അടുത്താണ് ഓരോ ആൾക്കാർ റിലേഷനിലാവുന്നു. 20-21 വയസ്സുള്ള ചെറുക്കന്മാർ 16-15 വയസ്സുള്ള പെൺപിള്ളേരുടെ അടുത്ത് റിലേഷൻഷിപ്പിലാവുന്നു, അവരെ കൊണ്ട് ഫിസിക്കലി യൂസ് ചെയ്യുന്നു, അവർ പിന്നെ പോക്സോ കേസിനകത്താവുന്ന കുറെ സംഭവങ്ങൾ നമ്മൾ റീസെന്റ് ഒരു ഇൻഫ്ലുവൻസർ, ഞാൻ പേര് പറയുന്നില്ല, അവനെ ട്രോളി കുറെ ആൾക്കാർ ഇട്ടു. അവനൊരു 14 വയസ്സുള്ള പെൺകൊച്ചിനെ റൂമിൽ കൊണ്ടുവന്നിട്ട് ആസിഫൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായി. അപ്പം അത് കേട്ടപ്പോ എന്താ തോന്നിയത് അതിൽ പറഞ്ഞ വെച്ചാൽ 14 വയസ്സുള്ള കുട്ടി ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു കൊണ്ട് പോകുന്നു. എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല, പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര റീച്ച് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് ആണിനെ മാത്രം കുറ്റം പറയേണ്ട ഒരു കാര്യമാണോ? പെണ്ണിനെയും കുറ്റം പറയുന്നത് 14 വയസ്സേ ഉള്ളൂ. 14 വയസ്സുള്ള പെണ്ണിന് അത്യാവശ്യം ലോക വിവരമൊക്കെ കാണും, ഫോണൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം റൂമിലൊരുത്തം വിളിക്കുമ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? അന്താക്ഷരി വിളിക്കാൻ. അപ്പൊ അത് മനസ്സിലാകാനുള്ള സെൻസ് ഇല്ല. അപ്പൊ അവനെ മാത്രം കുറ്റം, അവനൊരു കഴപ്പനാണ് ആള്. 10-70-75 ബോഡി കൊണ്ടുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പൊ ആള് അങ്ങനെയൊക്കെയാ പറയുന്നത്. അതിന്റെ കമന്റ് ബോക്സിൽ ഓരോ ആൾക്കാർ പറയുന്നത്. അപ്പൊ ജോണി സിൻസ് ആണ് അങ്ങനത്തെ ഒരു ജോണി സിൻസ് പോലത്തെ ഒരുത്തെ മെയിനായിട്ട് പെൺപിള്ളേരല്ലേ നല്ല ആൾക്കാരെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന അടിക്കും ഞാൻ ഇപ്പൊ പറഞ്ഞു. അയാള് തെറ്റല്ലേ? എനിക്ക് എന്റെ കാര്യമല്ല, നീ കല്യാണം നോക്കിക്കോ. അപ്പൊ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ഒരാളെ വിളിക്കുമ്പോ അവനോട് റൂമിൽ പോകുന്ന തെറ്റല്ലേ? അപ്പൊ ഇതിലിപ്പോ പറയുന്ന ഒരു കാര്യം, 14 വയസ്സുള്ള പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 14 വയസ്സുള്ള കുട്ടിക്ക് ഏത് ഹോസ്റ്റലിൽ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറക്കുമ്പോൾ സെക്യൂരിറ്റി കാണത്തില്ല. രണ്ടാമത്തെ കാര്യം, റൂം എടുക്കാൻ പോകുമ്പോ ആധാർ എന്നുള്ള കാര്യം ചോദിക്കുമല്ലോ. അപ്പൊ അതില് ഇവരെ ഈ എക്സ്പോസ് ചെയ്ത് കുറച്ച് പിള്ളേരെന്തോ പർപ്പിൾ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ ആർക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. അവര് പറഞ്ഞെന്ന് വെച്ചാൽ ഈ പയ്യന്റെ അതായത് ഈ ഇൻഫ്ലുവൻസറിന്റെ പരിചയമുള്ള ഏതൊരു സ്ഥലത്ത് നിന്ന് റൂം എടുത്തെന്നാണ് പറയുന്നത്. അതായത് ആ പെൺകൊച്ചിന് ആധാർ വാങ്ങിച്ചിട്ടില്ല. പക്ഷെ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഒരിക്കലും പെൺകുട്ടീനെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്തിട്ട് തോന്നില്ല. അവൻ ഇങ്ങനെ താടി പിടിച്ച് വലിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അപ്പൊ ഒന്നും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പറയാൻ 14 വയസ്സിൽ നീ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ അപ്പഴത്തെ ഫോട്ടോ ഉണ്ടെന്ന് നിങ്ങൾ ചിരിക്കും. അതാ ഈ 14 വയസ്സുള്ള കൊച്ചിന്റെ വോയിസ് നീ കേട്ടായിരുന്നോ? അതായത് എനിക്കിപ്പോ അത് പറയാൻ പറ്റത്തില്ല, പച്ചയ്ക്ക് അത് മോശമാണ്. പ്രഗ്നന്റ് ആവാതിരിക്കാനുള്ള കാര്യങ്ങൾ ആ കൊച്ചിന് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞു. ഞാൻ സംഭവമാണ്. അപ്പൊ ഇത് ഇത്രയും അവര് പറയുമ്പോ ഞാൻ വിചാരിക്കുന്നതെന്ന് പറയാം, ഇന്നും ഞാനൊരു കൂട്ടുകാരുടെ ഡിസ്കസ് ചെയ്ത്, പുള്ളിക്കാരിക്ക് 27 വയസ്സുണ്ട്. പുള്ളിക്കാരി പറയണത്, ഇനി ഞാൻ സ്റ്റിൽ സിംഗിൾ. രണ്ടാമത്തെ കാര്യം, ഞാനൊക്കെ ഈ 14 വയസ്സില് എനിക്കൊന്നും അറിയത്തില്ല. ഈ പിള്ളേർ ഇത് എവിടെ നിന്ന് പഠിക്കുന്നു ഇത്രയും എന്ന്, ഈ പാരന്റ്സ് എന്താണ് ഇവരെ നോക്കാത്തെന്നാണ് അവര് ചോദിക്കുന്നത്. പാരന്റിങ്ങിന്റെ ഫോൺ മേടിച്ചു കൊടുത്തിട്ട് അവരങ്ങ് അതാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരൊക്കെ ഒരുവിധം ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട് കൊച്ചു പ്രായത്തിൽ. വ്ലോഗ് ചെയ്ത് മോഡലിംഗ് ചെയ്ത്. പിന്നെ ഇപ്പൊ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയാം, ഇടയ്ക്ക് ഒരു 16 വയസ്സുള്ള ഒരു മോഡൽ ചെയ്യുന്ന ഒരു പെങ്കൊച്ചിന്റെ ഒരു ക്ലിപ്പൊക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് മോഡൽ ചെയ്യുന്നതാണ്, 16 വയസ്സേ ഉള്ളൂ. അത് അങ്ങനെയാണ്, അത് പറയാൻ പറ്റൂല അതിനെ കുറിച്ച്. കാരണം അത് വലിയ രീതിയിൽ പുറത്തുനിന്നുള്ള സംഭവമല്ല. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആർക്കും ഇവര് ഒന്നും അറിഞ്ഞൂടാത്ത ആൾക്കാരൊന്നും തോന്നൂല. പ്രൊഫഷണൽ
പയറ്റി തെളിഞ്ഞ് കിടക്കുന്ന ആൾക്കാരെ പോലത്തെ രീതിയിലാണ് ഇപ്പം കൊച്ചു പിള്ളേരെല്ലാം അങ്ങനെ അപ്ഡേറ്റഡ് ആയി. അങ്ങനെ കുറെ സംഭവങ്ങളാണ്. നമ്മൾ നന്നായിട്ടിരിക്കണമെന്ന് നോക്കിയാൽ മതി. കാരണം ഇതൊക്കെ ഇപ്പൊ ഈ ഒരു സംഭവം ആയിരുന്നാലും നമ്മൾ ചെന്ന് കണ്ട സംഭവമല്ല. ഇതൊക്കെ കേട്ടറിഞ്ഞ ഒരാൾക്കാർ പറയുന്നത് അവരുടെ സൈഡിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വേറൊരു സംഭവം ഉണ്ട്. ഒരു പയ്യൻ, ഞാൻ ഇടയ്ക്ക് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പയ്യൻ കുറെ പെണ്ണുങ്ങളുടെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പല നമ്പേഴ്സിൽ അയച്ചിട്ട് ഇവളേക്ക് കൊണ്ടുപോയി കാട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യണമെന്നാണ് ആ കൊച്ചു പറയുന്നത്. കൊച്ചിന്റെ പാരന്റ്സിന്റെ നമ്പർ ഞാൻ തപ്പിയെടുത്ത് ഞാൻ വിളിച്ചപ്പോ അമ്മ എന്നോട് പറയാം കൊച്ചിന് വയ്യാത്തയാണ്. അപ്പം ഞാൻ ഇത് എന്തു പറയണം? വയ്യാത്തൊരാൾക്ക് എങ്ങനെ ഫോൺ കൊടുക്കുന്നു? ഇപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരെ വീട്ടുകാർ പറയുന്ന ഒരു സംഭവം, അതിനെ പറ്റി എന്താ പറയുക? കുറെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ വീട്ടുകാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള ബോധമൊന്നും കാണൂല. അവര് മക്കൾ എങ്ങനെയും പോട്ടെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഒരു മക്കൾക്ക് ഒരു പ്രശ്നം വരുമ്പം അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവര് തെറ്റ് ചെയ്തെങ്കിൽ അവരെ സേഫ് ആക്കാനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായി? മക്കള് തലതെറിച്ച് പോകുമ്പോൾ ഒരു പരിധിയില്ല. അതായത് തട്ടേണ്ട പ്രായത്തിൽ തട്ടി വളർത്തണം, അടി കൊടുക്കേണ്ട പ്രായത്തിൽ അടി കൊടുക്കണം. ചെറുപ്പം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ പിള്ളേർക്ക് അത് കിട്ടുന്നില്ല. എന്റെ അച്ഛൻ ബെൽറ്റിനെ കടിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഞാൻ ഒരു കാര്യം പറയാം, പാരന്റ്സ് റേസ് ചെയ്യും പോലെ ഒരു കൊച്ചിന്റെ ഫ്യൂച്ചർ ഇരിക്കത്തുള്ളൂ. റെസ്ട്രിക്ട് ചെയ്യേണ്ട പ്രായത്തിൽ ഓരോ കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുക, കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കുക, ഫ്രീഡം കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കുക. മനസ്സിലായി? അപ്പം ചില പിള്ളേരെ പാരന്റ്സ് പൂട്ടി വെച്ച് വളർത്തും, ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്ത് വളർത്തും. എന്നിട്ട് ഒരു പ്രായം കഴിയുമ്പോൾ ഇവര് ഫ്രീഡം കിട്ടും. അപ്പോഴാണ് ഈ കൂടുതൽ ഈ ഡ്രഗ്സിനൊക്കെ അടിമയപ്പെടും, ഈ വേണ്ടാത്ത ചീത്ത കൂട്ടുകെട്ടിൽ പോയി. പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചീത്ത കൂട്ടുകെട്ടാണ്. ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരുവിധം ഇപ്പം ഒരു വീഡിയോ കാണുന്ന ഒരുത്തൻ, ഒരു ചെറുക്കൻ ഒരു ഫോൺ വീഡിയോ കാണുന്ന ഒരുത്തൻ, അവൻ വന്ന് കൂട്ടുകാരത്ത് പറയും ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അവര് ഒരാളറിഞ്ഞ് വേറൊരാളറിഞ്ഞ് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് അവരിതായി. മനസ്സിലായി ഞാൻ പറയുന്ന? അവര് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. പക്ഷെ അപ്പൊ അത് ആ ഒരു പ്രായത്തിൽ കാണുന്നപ്പോ തെറ്റാണോ? അത് പ്രായത്തിൽ കാണുന്ന തെറ്റൊന്നുമില്ല. അത് പുറത്ത് നിന്ന് ഓരോന്ന് കാട്ടി കൂട്ടുമ്പോഴാണ് തെറ്റാവുന്നത്. കാരണം ഒരു ടീനേജ് പ്രായം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ള ആസക്തിയും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കണം എന്ന് അറിഞ്ഞൂടാ, നമുക്ക് അറിവാനുള്ള കാര്യങ്ങൾ മാത്രമേ അറിയൂ. ഇപ്പം പണ്ടത്തെ കാലത്തും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള സംഭവങ്ങൾ ഇതെല്ലാം ഉള്ള സംഭവമാണ്. പക്ഷെ ഇപ്പം പിള്ളേരെന്ന് പറഞ്ഞാൽ ഭയങ്കര ധൈര്യമാണ് അവർക്ക്. അവരൊന്നും ചെയ്യാൻ പറ്റൂല, ഒരു കേസ് വന്നാൽ തന്നെ അവരൊന്നും ചെയ്യാൻ പറ്റൂല എന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള നിയമങ്ങൾ മാറണം. കാരണം 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു ചെറുക്കൻ ഒരു കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഊരി വരാൻ പറ്റുമെന്ന് അവനറിയാം. അപ്പൊ അതുകൊണ്ട് പേടിയില്ല പിള്ളേർക്ക്. നമ്മളിപ്പോ റോഡിൽ പോകുന്ന ഒരുത്തിന്റെ അടുത്ത് ഇടാ ഇറങ്ങി അങ്ങനെ നടാ ഇങ്ങനെ നടാന്ന് പറഞ്ഞാൽ വന്ന് കുത്തി കയറ്റി തരും എന്തെങ്കിലും. കാരണം അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ മിണ്ടാൻ തന്നെ പേടിയാണ് ഒരു പയ്യനെ. ഇപ്പത്തെ ഒരു ജെൻസി കിഡിനെ പറ്റി എന്താ പറയുക? ജെൻസി എന്ന് പറയുമ്പോൾ കൊലപാതകമൊക്കെയാണ് കേൾക്കുന്നത്. ഓരോ വീഡിയോ കാണുന്നില്ല, ഓരോരുത്തന്മാര് സ്കൂളിൽ പഠിക്കുന്ന വേമാരിട്ട് അടിക്കുന്നു ഇടിക്കുന്നു. പിന്നെ ഈ ഇടയ്ക്ക് കോഴിക്കോട് അല്ല കാസർഗോഡാണോ മലപ്പുറമാണോ ഒരു പെൺകുട്ടീനെ, 10ൽ പഠിക്കുന്ന പെൺകുട്ടി, 9ാം ക്ലാസ് ഉണ്ട്, 10 പഠിക്കുന്ന ഒരു പയ്യൻ കയറി ബലാത്സംഗം ചെയ്ത് അവനെ കൊണ്ടുപോകുന്നു. അപ്പൊ അത്രയും ക്രൂരമായ കാര്യങ്ങളാണ് എല്ലാ ജെൻസി പിള്ളേരും തന്നെ. ഇപ്പൊ എന്റെ നെഞ്ചത്ത് കയറും. ഞാനൊരു മെജോറിറ്റി ഞാനിപ്പോ നമ്മൾ പണ്ട് വലിയ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്നത്. അപ്പൊ അത്തരം ന്യൂസ് ഒക്കെ ഓൾറെഡി അരവിന്ദ് സ്റ്റോറിയും കാര്യങ്ങളും ഇടാറുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഇപ്പൊ എന്താ പറയുക? കേൾക്കാം തലവറിച്ച് കിടക്കുന്ന പിള്ളേരല്ല ഈ കൊച്ചു പിള്ളേരെ തന്നെ സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പെൺപിള്ളേരാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്യുന്നത്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മള് ചിലടത്ത് പോയി കഴിഞ്ഞാൽ തന്നെ അമ്മേനെ സഹായിക്കുന്ന പെൺമക്കളെ കാണാം കടകളിലൊക്കെ നിന്ന്. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു പരിധി വരെ പിള്ളേരൊക്കെ തെറ്റിപ്പോകുന്നത് വീട്ടിലൊരു ഇതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അത് ആ പിള്ളേരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം ഇപ്പോഴത്തെ കാലം ഇനി അപ്ഡേറ്റ് ആണ്. ഇനി പോകെ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും. പിന്നെ പല സംഭവങ്ങളും നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊരു സീനില്ല, ഇങ്ങനെ നടന്ന അങ്ങനെ നടന്ന അത് പ്രശ്നമല്ലെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ട് വളരുന്ന ഒരു തലമുറ അങ്ങനെ തന്നെ ആവും. അതായത് മാതൃകാപരമായ ശിക്ഷയൊന്നും ഇപ്പൊ ഇവിടെ ആർക്കൂടെ കിട്ടുന്നില്ല. അപ്പൊ പേടിയില്ല പിള്ളേർക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ല എല്ലാ ജെൻസി പിള്ളേരും മോശമൊന്നും അല്ല. ഇപ്പൊ ഇതിനകത്ത് തന്നെ പിള്ളേരിലല്ല അത്യാവശ്യം ജെന്യൂൻ ആയിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വെക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് അങ്ങനെയും കുറെ ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഓക്കെ. ഇപ്പൊ മെയിൻ ആയിട്ട് കുറച്ച് നാള് വൈറലായിക്കൊണ്ട ഒരു കാര്യമായിരുന്നു ഷിംജിത ബസ്സിന്റെ ഒരു ഇഷ്യൂ. പുള്ളിക്കാരി ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങി. അപ്പം ഈ ബസ്സിന്റെ ഇഷ്യൂ ഒത്തിരി നമ്മൾ കേൾക്കുന്നുണ്ട്. ചിലർ റീച്ചിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇൻസിഡന്റ് റിയൽ ആയിട്ട് നടന്നതുകൊണ്ട് അപ്പം അതിനെ പറ്റി അരവിന്ദൻ എന്താ പറയാ? അതായത് മെയിൻ ആയിട്ട് പെൺപിള്ളേർക്ക് നല്ല രീതിയിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എൻ്റെ അടുത്ത് പേഴ്സണലി കുറച്ച് ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് വീട്ടിൽ അതായത് സ്റ്റേഷനിലൊന്നും ചെന്ന് പറയാനുള്ള ധൈര്യം അവർക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, വീട്ടിൽ പ്രശ്നമാവും എന്നൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഞാൻ ഇവിടുത്തെ വലിയ സംഭവമൊന്നുമല്ല, നമുക്ക് ഞാൻ ഇങ്ങനെ ദൈവമൊന്നും അല്ലല്ലോ. അപ്പൊ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ പറയും നിങ്ങൾ ആരുടെങ്കിലും പറ, വീട്ടിലൊന്ന് പറ.
അപ്പം വീട്ടിൽ പറഞ്ഞില്ലെങ്കിൽ ലീഗലായിട്ട് നിങ്ങൾ മൂവ് ചെയ്യാൻ നോക്ക്, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറയും. ഇപ്പൊ അതിന് വീഡിയോ ഇട്ടാൽ തന്നെ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഷിംജിതയുടെ കേസ് ഇങ്ങനെ ഒരു സംഭവം വന്നാൽ അതിന് മുന്നേ വേറൊരു പെണ്ണ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതേപോലെ. അല്ല നിന്റെ വീഡിയോയിൽ അതൊരു ന്യായമുണ്ട്, ഞാൻ അത് കണ്ടിട്ട് ഒരിക്കലും തെറ്റും പറയുന്നത് അത് കറക്റ്റ് ആയിട്ട് നമുക്കത് മനസ്സിലാവാം പുള്ളിന്റെ നോട്ടം. അയാൾ ടച്ച് ചെയ്തു, അത് ഞാൻ ഫോം വിളിച്ചോണ്ടിരുന്നപ്പോ അപ്പൊ റിയാക്ട് ചെയ്തപ്പോ അയാൾ പോയി ബസ്സിലെ കണ്ടക്ടറിനോട് കേസ് കൊടുക്കും. ഞാൻ കേസ് ഫയൽ ചെയ്തു, കേസ് ഫയൽ ചെയ്ത് അയാളെ കിട്ടാത്തോണ്ടാണ് ഞാൻ റീല് പോസ്റ്റ് ചെയ്തത്. എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് തെറ്റ് തോന്നിയില്ല, കാരണം എന്താ വെച്ചാൽ പുള്ളിന്റെ നമുക്കത് മനസ്സിലാവും, പുള്ളി ഫോണിലെല്ലാം നോക്കണെന്നൊക്കെ എല്ലാം നല്ല മനസ്സിലാവും. പക്ഷെ രണ്ടാമത്തെ വീഡിയോയിലും ഇപ്പം ലാസ്റ്റ് ഷിംജിതയുടെ വീഡിയോയിലും എനിക്കത് അങ്ങനെയല്ല, പുള്ളി ഇന്റൻഷനലി അയാളെ ടാർഗറ്റ് ചെയ്ത് എടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോഴെന്ന് വെച്ചാൽ നാളെ ഓരോ പെമ്പിള്ളേർ ഇത് പുറത്തറിയാൻ പേടിക്കും, ഇങ്ങനെയുള്ള ഞരമ്പുകൾ കൂടിക്കൊണ്ടിരിക്കും. കാരണം അവർക്കായിരുന്നാലും ഒരു ബസ്സിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവള് ചുമ്മാ എടുത്തതാണ്, അല്ലെങ്കിൽ ഇവള് എന്നെ കരിവാരിത്തേക്ക് എടുത്തതാണെന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റും. ഇപ്പൊ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതിൽ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഒരു പെണ്ണിങ്ങനെ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് അവന്റെ ചെവിക്കല്ല് അടിച്ചു പൊളിക്കുന്ന ഒരു വീഡിയോ ഇരുന്നു. അതുപോലെ റിയാക്ട് ചെയ്യണം. ബസ്സിലൊക്കെ വെച്ചൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യണം, ലീഗലി ആയിട്ടുള്ള സംഭവങ്ങൾ തേടുക, പിന്നെ നാട്ടുകാർക്ക് അത് കാണിച്ചു കൊടുക്കുക. അത് തെറ്റൊന്നും ഞാൻ പറയില്ല, പക്ഷെ അതൊരു റീച്ചിന് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അത് വെച്ചിട്ട് ഒരാളുടെ ലൈഫ് തന്നെ നശിച്ചു. ഇപ്പൊ ഷിംജിത പുറത്തിറങ്ങി, അപ്പൊ അത് എന്തുകൊണ്ടാ അങ്ങനെ ഹോൾഡ് ഉള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാ ജാമ്യം കിട്ടിയത്? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഭരണ സംഭവം അല്ല, ഞാൻ ഒരു സാധാരണ നോർമൽ മനുഷ്യൻ. എനിക്ക് എല്ലാ അഭിപ്രായം പറയാനെന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു, അയാളെ ജീവൻ പോയി, അയാളെ കുടുംബത്തിൽ അയാളുടെ അമ്മയ്ക്ക് അച്ഛനുണ്ടായിരുന്ന ഒരേ ഒരു മോൻ നഷ്ടപ്പെട്ടു. അപ്പൊ അതിനി ഒന്നും പകരം വെക്കാൻ പറ്റില്ല. ഈ പുള്ളിക്കാരത്തിൽ കുറെ കാലം ജയിലിൽ കിടന്നെന്ന് പറഞ്ഞ് ഇയാൾ തിരിച്ചു വരത്തില്ല. പക്ഷെ ഇതെങ്കിലും കണ്ടിന്യൂ എങ്കിലും ആരെങ്കിലും ഒക്കെ ഇത് ചെയ്യാതിരുന്നാ മതി. അതിപ്പോ എനിക്കൊന്നും പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യാനൊന്നും ഞാൻ വലിയ ആളൊന്നുമല്ല, നമ്മളെ സാധാരണ ഇപ്പൊ കൊറേ കാണുന്ന ഒരു ഇതാണ്, മെസ്സേജസ് ഒക്കെ എടുത്ത് പണ്ട് ആരെങ്കിലും ഇപ്പം പാർട്ടിയിലുള്ള ആരെങ്കിലും മെസ്സേജ്, ഞാൻ പേര് പറയുന്നില്ല, മെസ്സേജ് ഒക്കെ അയച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് എന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കൊറേ ഇറങ്ങുന്നുണ്ടല്ലോ. ആണുങ്ങള് പെമ്പിള്ളേരെ ആണുങ്ങളായിട്ട് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കി ഇങ്ങനെ, പിന്നെ അവര് കുറെ കാലം കഴിഞ്ഞിട്ട് കുത്തിപ്പോയിക്കൊണ്ടിരുന്നത് അതാണ്. അത് തന്നെ, അതായത് പെണ്ണുങ്ങളും ആരെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അവര് മറുപടി തരുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു സമയത്ത് ഇവരൊരു ആണും പെണ്ണും കൺസിസ്റ്റന്റ് അവരൊരു ഇതായിട്ട് അവര് ചെയ്യും, അതായത് താല്പര്യപ്രകാരം അവർ രണ്ടുപേരും അങ്ങോട്ട് ചാറ്റ് ചെയ്യും, പല പല ബന്ധങ്ങളും വെക്കും. പിന്നെ ഈ ഒരു റിലേഷൻ ബ്രേക്ക് ആകുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ ഇയാൾ ചിലപ്പം അത്യാവശ്യം ഫേമസ് ആയി പോവുകയോ അല്ലെങ്കിൽ ഇയാളൊന്ന് സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ ഇയാൾ അടിച്ചുള്ളിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഇതൊക്കെ പുറത്തു കൊണ്ടുവരും. പക്ഷെ ഈ കാണുന്ന സമൂഹം ഒരിക്കലും ഈ പെണ്ണിനെ കുറ്റം പറയില്ല, ഇവനെ കുറ്റം പറയും. ഇപ്പൊ എന്നെ കുറിച്ചൊരു നാളെ സംഭവം വന്നു കഴിഞ്ഞാലും എല്ലാവരും എന്നെ കുറ്റം പറയും, അവൻ ഇങ്ങനെ ഒപ്പുമ്പോൾ നന്മ കളിച്ചിട. ഞാൻ ഒരിടത്ത് ഞാൻ നന്മ കളിച്ച് കിടക്കുന്ന ഒരുത്തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഭയങ്കര പെർഫെക്റ്റ് എന്ന്, ഞാൻ ദൈവമൊന്നുമല്ല. എന്റെ സൈഡിൽ നിന്നും മിസ്റ്റേക്ക് വരും, ചിലപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് തെറ്റ് വരും. പക്ഷെ മാന്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അത് മനസ്സിലാക്കി തരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഞാൻ അത് കേൾക്കുന്നുണ്ട്. കാരണം ഒരു അറിവുള്ള ഒരാൾ നമ്മുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ നമ്മൾ കേൾക്കണം, എടുക്കേണ്ടതാണെങ്കിൽ എടുക്കണം, കളയേണ്ടതാണെങ്കിൽ കളയണം. അപ്പോൾ നമ്മള് ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഒരു സമൂഹത്തിനെ നന്നാക്കാനൊന്നും പറ്റില്ല. ഈ സോഷ്യൽ മീഡിയന്റെ ഏറ്റവും വലിയ സ്കെയർ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് നമ്മളെ കുറെ ആൾക്കാർ പൊക്കി ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഒറ്റ അടിക്കുന്ന താഴെ ഇടും. അത് നമുക്ക് ഇതിലൊരു നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പടുത്തുയർത്തണ എല്ലാം സൈബർ ബുള്ളിംഗ് വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. റീസെന്റ് നടന്ന കേസിൽ എനിക്ക് ഭയങ്കര പ്രശ്നം വന്നിട്ടുണ്ട്. സൈബർ ബുള്ളിംഗ് ആണോ എന്നൊക്കെ പറയുന്നത് കേൾക്കണം. അല്ല, ഞാൻ സൈബർ ബുള്ളിംഗ് എന്ന് കണ്ടിട്ടേ ഉള്ളൂ, അല്ല കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ സ്റ്റോറി ഇടുമ്പോൾ ഇതെന്ത് വലിയ സംഭവം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് വന്നപ്പോൾ മനസ്സിലായി, നമുക്ക് 4 സൈഡിൽ കൂടെ തെറിവിളിയും അങ്ങനത്തെ മെസ്സേജിങ്, അച്ഛനും അമ്മേനെ നിങ്ങൾ എന്റെ ടെലഗ്രാമിൽ എന്റെ വീഡിയോ അടിച്ചിറക്കിയെന്ന് പറഞ്ഞ ഒരു പെണ്ണെന്ന് പറഞ്ഞു. എന്റെ വീഡിയോയിൽ എന്ത് കാണാൻ, എന്ത് വന്നതില് അല്ല എന്തോ ഒരു സാധനം. അതെ ഞാൻ പറഞ്ഞില്ല, ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് കുറെ പെമ്പിള്ളേർ എന്തൊക്കെ ചേർന്നിട്ട്. ഞാനിതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്, സത്യം പറഞ്ഞ ആണുങ്ങളാണ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി പെണ്ണുങ്ങളുടെ ഈ പെണ്ണുങ്ങൾ കുറച്ച് ഫേക്ക് ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള കുറച്ച് പെമ്പിള്ളേർ, അവർക്ക് ഈ ഇംഗ്ലീഷ് നോളജ് ഭയങ്കരമായിട്ടുണ്ട്, ചറപറാന്ന് ഇംഗ്ലീഷ് ആണ്. പക്ഷെ 5 പൈസയുടെ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ബുദ്ധിയില്ലാത്ത കുറെ പെമ്പിള്ളേരുണ്ട്. ഇവരിതുപോലെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് അറ്റാക്കി, എന്നിട്ട് ഇവരുടെ അടുത്തുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഇതുപോലെ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഈ കേസ് കൊടുത്തിട്ടില്ലായിരുന്നു. ഇല്ല, ഞാൻ പിന്നെ അതിനെ വിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിന് എനിക്കെന്താ നഷ്ടപ്പെടാൻ. അല്ല, ഇങ്ങനെ ഒരു സംഭവം പ്രൊഫഷൻ ആക്കും. നാളെ തൊട്ട് ഞാൻ മറ്റേ എസ്മ സീരീസ് പോലെ ഞങ്ങൾ തുടങ്ങും, ഞാൻ എന്റെ സൈഡിൽ നിന്ന്. പിന്നെ എന്തായാലും കണ്ട് പിന്നെ കിട്ടി. അല്ല,
ഇപ്പൊ ചുമ്മാ തമാശക്ക് പറഞ്ഞാണ് ഞാൻ. അവനെ ഇൻട്രസ്റ്റ് നാളെ വിളിക്കും അവിടുന്ന് ഇൻട്രസ്റ്റ്. അപ്പൊ ഈ ഒത്തിരി വീഡിയോസ് അവര് പറഞ്ഞില്ലേ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇറക്കുന്നുണ്ട്. അപ്പൊ ആരാന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ആദ്യം ഒരു ഗേൾ വന്ന് ഇങ്ങനെ പറഞ്ഞു ചേട്ടൻ്റെ ഒരു വീഡിയോ കറങ്ങണം. ഞാൻ എന്റെ വീഡിയോ എന്റെ അങ്ങനെയൊന്നും ഇല്ല, എന്റെ ഒരു അറിവിലില്ല. ഇനി വല്ല തുണി മാറാൻ എവിടെയെങ്കിലും കയറിയപ്പോ അടുത്ത ക്യാമറയിലെല്ലാം എടുത്താ അങ്ങനെ എന്ത് ഞാൻ വിചാരിച്ചു പറയാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട് പെണ്ണുങ്ങളുടെ കേട്ടിട്ടുണ്ടെങ്കിലും ആണുങ്ങളുടെ ഒക്കെ അത് പെണ്ണുങ്ങളുടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ വേറെ 2 ആൾക്കാർ വീണ്ടും ഇതുപോലെ വന്നു. ഒരു പയ്യനും വന്ന് പറഞ്ഞു ചേട്ടൻ ഒരു ഗ്രൂപ്പിൽ ടെലിഗ്രാമിൽ മൂവി ഡൗൺലോഡ് ചെയ്യാൻ ഇപ്പൊ റീഡയറക്ട് ചെയ്ത് വേറെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയും. അങ്ങനെ വേറെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് എന്റെ DP എന്നെ ഇങ്ങനെ മറ്റേ പാൽക്കുപ്പിയൊക്കെ വായിൽ വെച്ച് 2 കൊമ്പൊക്കെ വെച്ചിട്ടുള്ള ഗ്രൂപ്പില് കുറെ പെണ്ണുങ്ങൾ ഇന്ന് നല്ല രീതിയിൽ അവരാധിക്കുന്നതിന്റെ ഇടയിലാണ് അവൻ കണ്ടിട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അവനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. പിന്നെ വേറൊരാളാണ് എനിക്കത് കാണിച്ചു തന്നു. പിന്നെ ഞാൻ എന്ത് ലീഗലി മൂവ് ചെയ്യാം, അവര് കണ്ട് സുഖം അടയട്ട്. അവർക്ക് പിന്നെ അങ്ങനെ കാണാൻ താല്പര്യമുള്ളതുകൊണ്ടല്ലേ ചെയ്യണത്. കണ്ടോട്ടെ എന്നെ വിളിച്ചാൽ ഞാൻ കാണിച്ചു കൊടുക്കാം. സത്യമായിട്ട് പേഴ്സണലി വിളിച്ചാൽ ഞാൻ കാണിച്ചു കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. അവർക്ക് അതിനൊരു സുഖം, എനിക്കാണെങ്കിൽ ഒരു സമാധാനം. കൊറേ ആൾക്കാർ മാണ്ടോ ഇതൊക്കെയാണ് ലൈഫ് നടക്കുണ്ടോ. നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് പേടിച്ച് കഴിഞ്ഞാൽ പേടിച്ചോണ്ടിരിക്കുക. നമുക്ക് എതിരെ ഒരു മല ഇടിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇടിഞ്ഞു വരണം, അമ്പോ മല ഇടിഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സംഭവമായിട്ട് തന്നെ നമ്മൾ പേടിക്കും. നമ്മൾ എന്തായാലും ചാവും, മരിക്കുന്നത് കൺഫേം ആണെങ്കിൽ മരിക്കും. അതിപ്പം എന്ത് ചെയ്ത് കഴിഞ്ഞാലും മരിക്കും. നാളെ ഇറങ്ങും നേരെ. ഓക്കെ, ഇപ്പൊ ഫെമിനിസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ആക്ച്വലി ഫെമിനിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അരവിന്ദിന്റെ ഒരു ആക്ച്വലി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് ഈ ഒരു ടോപ്പിക് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഞാൻ പറട്ടെ, ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. പക്ഷെ വേറെ രീതിയിൽ പറയുമ്പോൾ ഞാൻ വേറെ കുറെ പെണ്ണുങ്ങളുണ്ട് ഈ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഫെമിനിസ്റ്റ് ആണ്, ഞാൻ സ്ത്രീ വിരോധി എന്ന് പറയുന്ന എന്നെ കുറെ ആൾക്കാർ അങ്ങനെ ചില വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. ഇതേപോലെ പുരുഷന്മാരെ കണ്ണെടുത്ത ആൾക്കാരുണ്ട്. അതായത് ഇന്റർനാഷണൽ മെൻസ് ഡേക്ക് വരെ ആണുങ്ങളെ കുറ്റം പറഞ്ഞ വീഡിയോ ഇട്ട ഒരാളുണ്ട്. അതൊക്കെ ഭയങ്കര ഓവറാണ്. ലൈക്ക് ഇക്വാലിറ്റി വേണ്ടി സംസാരിക്കുന്ന ആൾ ഒരിക്കലും മറ്റേ ജെൻഡറിലുള്ള അടിച്ചു താത്താൻ പാടില്ല. ഇപ്പൊ ഞാൻ എന്റെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടും. ഞാൻ പല ആധാരം കാണുന്നില്ലേ, ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പെൺപിള്ളേർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇതുപോലെ കൊച്ചു പിള്ളേർക്കെതിരെയുള്ള അതിക്രമങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതാരും കാണൂല. ഇവര് കാണുന്നതെന്ന് വെച്ചാൽ ഒരു പെണ്ണ് തുണിയിലാണ്ട് എന്തെങ്കിലും കാണിച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെങ്കിലും എടുത്ത് ഞാൻ ഒന്നും പറയാതെ ഒരു എക്സ്പ്രഷൻ ഇട്ടാൽ തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അപ്പത്തേനും അത് വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഫെമിനിസ്റ്റിന് ഇതാന്ന് പറഞ്ഞോണ്ട് ഞാൻ ആക്ച്വലി ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുക, ആണിനെ പെണ്ണിനെ ആണിനെ കാര്യമാണ്. പക്ഷെ കുറെ പെൺകുട്ടികള് എന്ന് പറഞ്ഞാ ആണുങ്ങൾ ഒത്തിരി കുറ്റം വേണ്ടി ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് ഇറ്റ്സ് നോട്ട് എ ഫെമിനിസം. ഞാനത് ഫെമിനിസ്റ്റ് അങ്ങനെയല്ല ഒരു ഫെമിനിസം എന്ന് പറയുന്നത്. പെണ്ണൊരു കുറ്റം ചെയ്ത ചില ആൾക്കാരോട് വലിയൊരു കണ്ണാടയൊക്കെ വെച്ച് മൂക്കിൽ മറ്റേ പശുവിന്റെ കയറൊക്കെ ഒരു വളയൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ വന്നിരുന്നു പറയുന്നത് പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവര് എനിക്ക് എതിരെ കേസ്. ഇല്ല, പുള്ളിക്കാരി ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് പുരുഷന്മാരെ ഇഷ്ടമല്ല, പക്ഷെ പുരുഷന്മാരോട്ട് പോയിട്ടുണ്ടെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇഷ്ടമാണ് പുള്ളിക്കാരി. അതിലെനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരിക്ക് ആണുങ്ങളെ ഇഷ്ടമല്ല, ആണുങ്ങളെ വെറുപ്പാണെന്ന് സ്വന്തം അച്ഛൻ വരെ വൃത്തിയായിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇന്റർവ്യൂല് പറയുക ഞാൻ പല ആണുങ്ങൾക്കും പോയിട്ടുണ്ടായിരുന്നു, ഒരു 7 or 8 പേര് എന്നൊക്കെ എന്തോ വേണമല്ലോ. പട്ടിയെടുത്ത പൂച്ചെടുത്ത പോയിട്ട് കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ഞാൻ ഫെമിനിസം ഒന്നും ഞാൻ പറയത്തില്ല. ഓക്കെ, ഇപ്പൊ ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻ എന്തുവാണ്? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ഞാൻ ഒരു കമ്പനിയിലെ സെയിൽസ് റെപ്പായിട്ടാണ്. വിളിച്ചാലും താങ്കൾ ബിസിനസ് ഇന്റർവ്യൂ ഇട്ടോളൂ 2 വർഷം കൊണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് ജോലി ലീവ് കിട്ടത്തില്ല. അല്ല, അപ്പൊ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ എല്ലാരും പറയും പോലെ ഈ എന്തെങ്കിലും ആരുടെയും കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് കൊണയടിച്ച് ഒരു ജോലിക്കും പോകാണ്ട് അച്ഛന്റെ അമ്മേനെ ചെലവ് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നല്ല. അപ്പൊ ആക്ച്വലി ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. എന്റെ 20ാമത്തെ വയസ്സോട്ട് ജോലിക്ക് ഇറങ്ങിയാണ്. എനിക്ക് ജോലിക്ക് പോകാണ്ടിരിക്കണേ ഭയങ്കര മടുപ്പാണ്. ലൈക്ക് നമ്മളങ്ങനെ പോയി ശീലിച്ചതുകൊണ്ടായിരിക്കും, വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് വന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം റീസെന്റ് എനിക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. കാരണം ഫെയിം ആയതുകൊണ്ടാണ്. ലൈക്ക് ഞാൻ സെയിൽസ് റെപ്പാണ്. അപ്പൊ ഫീൽഡ് വർക്ക് ആകുമ്പോൾ പോകുമ്പോൾ ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്ത് ഇങ്ങനെ അങ്ങനെയല്ല, വലിയ ഫാൻസ് ഒന്നും അല്ല, പക്ഷേ നമ്മളെ മേലുള്ള സാറുമാരൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ വർക്കിനെ അത് ബാധിക്കും. അങ്ങനെ ചെറിയ ടോക്കൊക്കെ വന്നപ്പോഴത്തേനും ഞാൻ അത് സ്വന്തമായിട്ട് ഇറങ്ങി. വലിയ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജോലിയല്ല, സ്വന്തമായിട്ടൊരു ബിസിനസ് എങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ലൊരു ആക്റ്റീവായിട്ട് നിൽക്കണമെന്നുണ്ട്. കാരണം എന്റെ ലൈഫിൽ എനിക്കൊരു ഹോപ്പ് തന്നൊരു സംഭവം ഈ ഒരു വഴിയാണ്. ഒരു സമയത്ത് നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നപ്പം ഒരു പ്രതീക്ഷകൾ തന്ന്
അപ്പൊ അതൊരിക്കലും ഞാൻ വിട്ടുകളയില്ല. വിട്ടുകളയത്തില്ല. ഇനി എന്തെങ്കിലും സംഭവത്തിന് നിർത്തേണ്ടി വന്ന് എനിക്ക് അറിയില്ല. അറിയില്ല. ഇപ്പം ഈ റീച്ച് ആയതിനു ശേഷം പണ്ട് നമ്മള് റീച്ച് ഇല്ലാത്ത സമയത്ത് മോശം പറഞ്ഞ് വിലയില്ലാത്ത ആൾക്കാർ റീച്ച് ആയതിനു ശേഷം ഇവിടെ നീ ഇതായാലും എന്നെ ഒന്ന് ഫോളോ ബാക്ക് ഒബ്വിയസ്ലി എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ഈ വീഡിയോ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല, വൈഫൈ ഒന്നുമില്ല വീട്ടില്. അപ്പൊ ഞാൻ ഈ മൊബൈൽ ഡാറ്റ റീചാർജ് ചെയ്തിട്ട് ടവർ ബേസ് ചെയ്തിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പണ്ടത്തെ കാലത്ത്. അപ്പൊ എന്റെ നാട്ടിലെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട്, നിനക്ക് വേറെ പണിയില്ലേ, നീ വീഡിയോസ് കണ്ടിട്ട് നീ വലിയ സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യണേന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കൂട്ടത്തിലൊക്കെ പോകുമ്പോൾ കൂട്ടുകാരന്മാരുടെ ഇടയിലിട്ട് കളിയാക്കും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ അവരെന്റെ അടുത്ത് എന്ന് പറയുന്നത് നിന്റെ വീഡിയോസ് എന്റെ കൂട്ടുകാരൻ കണ്ട് ഞാൻ നിന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് പോലും അവൻ വിശ്വസിക്കില്ലെന്ന് പറയും. പിന്നെ കുറെ നഷ്ടങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. നല്ല നല്ല സുഹൃത്തുക്കൾ നഷ്ടമായിട്ടുണ്ട്. പിന്നെ എന്താ പറയണ, നല്ല നല്ല ബന്ധങ്ങൾ നഷ്ടമായിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസസ് എല്ലാവരും പറയുന്നത് നല്ല നല്ല ബന്ധങ്ങൾ പോയി, പക്ഷെ എനിക്ക് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി എനിക്ക് കണക്റ്റഡ് ആയിട്ട് കിട്ടി, അങ്ങനെ നല്ല ആൾക്കാർ കിട്ടിയെന്ന്. നല്ല ആൾക്കാരുണ്ട്, എൻ്റെ കൂടെ പണ്ട് തൊട്ടേ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരു സാഹചര്യം എത്തിയപ്പോഴത്തേക്കും അവൻ എല്ലാം അറിയാന്നുള്ള ഒരാൾ എന്നെ തന്നെ ഇതാക്കിയപ്പോ പിന്നെ അങ്ങനെ കുറെ എന്റെ 2-3 ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് നഷ്ടമായിട്ടുണ്ട്. കൂടെ നിന്നിട്ട് കുറ്റം പറയുന്ന അങ്ങനെ കൂടെ നിന്നിട്ടല്ല, അവർക്കെല്ലാം അറിയാം. പക്ഷെ ഒരു ടോക്ക് വരുമ്പോൾ നമ്മള് ഫ്രണ്ട്സിനിടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ പാസ്റ്റിനെ എടുത്ത് കുത്തിയിട്ട് കുറച്ച് കാര്യം പറയും. അപ്പൊ നമ്മൾക്ക് വേറെ പുറത്ത് ആര് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഈ അറിയാന്നുള്ള ആൾക്കാർ തന്നെ അത് പറയുമ്പോൾ വിഷമം. അങ്ങനെ എന്റെ 2-3 ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എനിക്ക് പോയിട്ടുണ്ട്. ഈ പൈസ ബന്ധങ്ങൾ നിലനിർത്തും അല്ലെങ്കിൽ അങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ടോ? പൈസയാണ് മെയിൻ, പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ ഉള്ള കാര്യം പറയാം, ഈ സമൂഹത്തില് പണമാണ്, പണവും സമാധാനം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഒരു പ്രശ്നമില്ല. കാരണം പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും എല്ലാ മേഖലയിലും ബന്ധുക്കാര് കൂട്ടുകാര് എല്ലാവരും നമ്മളെ കൂടെ കാണും, സ്നേഹിക്കുന്ന പെണ്ണ് കൂടെ കാണും, എല്ലാവരും കൂടെ കാണും. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മളൊരു കറിവേപ്പില തന്നെയാണ്. ആൾക്കാർ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിയൊക്കെ നടക്കും. സ്നേഹിക്കുന്ന പെണ്ണ് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയൊന്നുമല്ല കേട്ടോ, പൈസ ഇല്ലെങ്കിലും കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഈ ലോകത്ത്. റെയറാണ്. ഞാൻ തന്നെ അങ്ങനെ ഉണ്ട്, എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ. ഞാൻ കേൾക്കുന്ന കാര്യമാണ് ഈ ആണുങ്ങൾ പറഞ്ഞു പൈസ ഉണ്ടെങ്കിലേ പെണ്ണുള്ളൂ, പൈസ ഉണ്ടെങ്കിലേ പെണ്ണില്ല. കുറെ പെണ്ണുങ്ങൾ ആണുങ്ങളായാലും അങ്ങനെ തന്നെ, കുറെ ആണുങ്ങൾ പൈസ ഉണ്ടെങ്കിലേ പെണ്ണുങ്ങളോടൊക്കെ നിൽക്കുന്ന ആണുങ്ങളും. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ല, നീ പെണ്ണുങ്ങൾ എപ്പോഴും ടാർഗറ്റ് ചെയ്തില്ലല്ലോ. പൈസ ഉണ്ടെങ്കിലേ പെണ്ണുള്ളൂ. പെൺകുട്ടികളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ തന്നെ പറയും, നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പറയും. ഈ ഇപ്പോഴത്തെ കുറച്ച് പിള്ളേരുണ്ട്, ഈ പ്രായപൂർത്തിയാവും 18 തികഞ്ഞ് അങ്ങ് കാല് അപ്പുറത്ത് വെക്കുമ്പോൾ തന്നെ ഓരോ റിലേഷൻഷിപ്പിൽ പോയി ഇൻസ്റ്റയിൽ വീഡിയോ ഇടും. ഗെറ്റ് റെഡി വിത്ത് മൈ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങൾ ചെയ്യും. അല്ല 18 തികഞ്ഞവര്. അപ്പൊ അവരുടെ പേരൻസ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നല്ല കാര്യമാണ്. അവർക്ക് റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ കുറെ ആൾക്കാർ ജാതി മതമൊക്കെ നോക്കി ഓരോ റിലേഷൻഷിപ്പ് സപ്പോർട്ട് ചെയ്യാതെ ചെന്ന് ആത്മഹത്യ ചെയ്യുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് സപ്പോർട്ട് ചെയ്യുന്ന നല്ല കാര്യമാണ്. പക്ഷെ ഇവര് പഠിക്കാൻ വിടുന്ന പറഞ്ഞത് പഠിക്കാൻ നല്ല അവർ അല്ല, ഫ്യൂച്ചർ സെറ്റ് ആക്കാനല്ല പറയുന്നത്. നിങ്ങൾ ഇൻസ്റ്റയിൽ വീഡിയോ ഇടും, നിങ്ങൾ പ്രൊമോഷൻ ചെയ്യും, പൈസ ഉണ്ടാക്കുക, അങ്ങനെ കുറെ നമുക്ക് ഒരു പരിധി വരെ എല്ലാം അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ അത് ഒരാളുടെ ഫ്യൂച്ചർ നോക്കിയിട്ട് മാത്രമേ അതിനൊക്കെ നിൽക്കാവൂ. ഗേൾസിന്റെ ഏറ്റവും വലിയ പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കാതെ വേറൊരാളിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, പൈസ പരമായിട്ട് എല്ലാം കൊടുക്കുന്ന പെമ്പിളരുണ്ട്. അവസാനം ഇവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഇവരോട് ആരും കാണൂല. മനസ്സിലായി? ചില പയ്യന്മാര് ഭയങ്കര ബാഡ് ആയിട്ടുള്ള കുറെ പയ്യന്മാരുണ്ട്. പൈസ ഊറ്റും, ഫിസിക്കലി ഊറ്റി ഇവരെ ഭയങ്കര മാനസികമായിട്ട് ട്രോമയിൽ തള്ളി വിട്ടിട്ട് ഇവര് വേറെ പെണ്ണിൻ്റെ കൂടെയൊക്കെ അങ്ങ് പോകും. അപ്പൊ ഇവർക്ക് ഒന്നുമില്ല, ഇവർക്ക് ബേസ് ഇല്ല, ജോലിയില്ല, ഒന്നും ഇല്ലാതെയൊക്കെ ആയി വല്ലാത്തൊരവസ്ഥയിൽപ്പെട്ട് എവനെങ്കിലും ഒക്കെ കെട്ടിപ്പോണ പെമ്പിള. ചില ആണുങ്ങളുണ്ട്, ചിലര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എനിക്ക് ഇഷ്ടമാ കല്യാണം കഴിക്കാം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ഫിസിക്കൽ ആവാൻ വേണ്ടിയിട്ടായിരിക്കും. ഫിസിക്കൽ ആയതിനു ശേഷം കറിവേപ്പില പോലെ എടുത്തെറിഞ്ഞു പോകുന്ന പയ്യന്മാര് ഒത്തിരി ഉണ്ട്. അപ്പൊ അതിനെ പറ്റി അപ്പൊ എന്താ പറയാനുള്ളത്? അപ്പൊ പെണ്ണ് അങ്ങ് വിശ്വസിച്ച് പോകും. നമ്മൾ എത്ര പേരെ നമ്മൾ അങ്ങനെ നിന്ന് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഒരു വീഡിയോ ഉണ്ടപ്പോഴത്തേക്കും അതിൽ കുറെ ചെക്കന്മാർ പറയുന്നത് വിർജിൻ ആയിട്ടുള്ള ഒരു പെണ്ണിനെയാണോ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും എല്ലാവർക്കും വിർജിൻ തന്നെ വേണം. പക്ഷെ ഇവന്മാര് നല്ലതാണെന്ന് ആർക്കറിയാം? അവന്മാര് 5-6 പോയിട്ടായിരിക്കും വന്നിട്ട് എനിക്ക് വിർജിൻ വേണമെന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിർജിൻ ഒരു പെണ്ണ് വിർജിൻ അല്ലെന്ന് പറയുമ്പോൾ ആൾക്കാരെ ചിന്ത ഇവള് പിഴയാണെന്ന്, ഇവള് കുറെ ഇടത്തേണ്ടത് പോയിട്ടുണ്ടെന്ന്. ചിലപ്പോൾ ഈ സ്നേഹിച്ച് ഒരാളുടെ അടുത്ത് മാത്രം നിന്നിട്ട് ഇവൻ മാക്സിമം കൊണ്ട് യൂസ് ചെയ്തിട്ട് ഇവൻ ഭയങ്കര ട്രോമ കൊടുത്ത് പോകുന്ന കുറെ പെമ്പിള്ളേരുണ്ട്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ തന്നെ ഒരു ഇത് കാണും, ലൈക്ക് എന്നെ തൊട്ട ഒരാളിനെ എനിക്ക് തന്നെ വേണമെന്നൊരു ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ പറ്റിക്കപ്പെടുന്ന കുറെ പെമ്പിള്ളേരുണ്ട്. മനസ്സിലായി? അപ്പം ഇങ്ങനെയുള്ള ആൾക്കാര് ഇപ്പം ആണുങ്ങളെയാണ് ഞാൻ പറയുന്നത്. അവന്മാരുടെ ചിന്ത എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആണ്. അതൊക്കെ ഒരാളുടെ ഒരു അവസ്ഥയാണ്. ഒരു ആള് പറ്റിക്കപ്പെടുന്നത് ഒരാളുടെ തെറ്റല്ല. ഇങ്ങനത്തെ ഒരു തോന്നല വെർജിൻ ആയിട്ടുള്ള എനിക്ക് വെർജിൻ ആയിട്ട് ഒരു പെണ്ണിനെ വേണം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം അവൻ വെർജിൻ ആണ്, സോ അവനൊരു വെർജിൻ ആയിട്ടുള്ള ഒരു ഗേളിനാണ്. പക്ഷെ വെർജിൻ അല്ലാത്ത ആമ്പിളുണ്ട് എനിക്ക് ഇങ്ങനെ നല്ല മാന്യതയുള്ള ഒരു പെണ്ണ്. അല്ലെങ്കിൽ പൊതുവെ പറഞ്ഞ ഒരു ചിന്താഗതിയാണ്, ആണുങ്ങളുടെ ചിന്താഗതിയാണ് പറയുന്നത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു.
അപ്പൊ ഒരു പെണ്ണ് ഈ സാഹചര്യം മൂലം ഒരുത്തനെ വിശ്വസിച്ച് പോയത് കൊണ്ട് അങ്ങനെ ഒരു വഴിയിൽ പോയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവള് പിഴ, അവള് മറ്റവള്, അവളങ്ങനെ അങ്ങനെയല്ല. ഇപ്പൊ എന്റെ ഒരു ഇതിലാണെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഒരു പെണ്ണ് വെർജിൻ അല്ലാതെ ആയി എനിക്ക് കിട്ടി, ഞാൻ കല്യാണം കഴിക്കും. എനിക്ക് അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രോഡായിട്ട് നടക്കുന്ന പെമ്പിള്ളേരെ അറിയാം. ഇത് തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്ന കുറെ പെമ്പിള്ളേരുണ്ട്, മനസ്സിലായി? ഇത് വലിയ ഗുഹയിലൊക്കെ ചാടുമ്പോഴത്തെ ഒരു അവസ്ഥയെ പോലെ അത് നമുക്കറിയാം. അപ്പൊ അതുപോലത്തെ ഒരു അവസ്ഥയില് അതാണ് നമ്മളൊരു ആളിനെ ചൂസ് ചെയ്യുമ്പോൾ ഫുള്ള് നോക്കിയും കണ്ട് മാത്രം ചൂസ് ചെയ്യുക. ലൈഫാണ് അവസാനം തെങ്ങി കയറി കൈവിട്ട അവസ്ഥ പോലെ താഴെ ഇടിച്ചു വന്നു. ഓക്കെ, ഇപ്പൊ കൊറേ റിലേഷനിലൊരു പ്രശ്നമാണ്. ഇപ്പം റിലേഷൻ ഉണ്ടായിട്ട് ലോങ് ഡിസ്റ്റൻസ് ആയാലും അല്ലെങ്കിൽ റിലേഷനിലേക്ക് ബെസ്റ്റിയെ വിളിച്ചെല്ലാം പറയും, എന്റെ ഏട്ടായി ഇങ്ങനെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോ അങ്ങനെ ആ ബെസ്റ്റ് കൊണ്ടുപോകുന്ന കുറെ ചരിത്രം കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഒരു റിലേഷൻഷിപ്പിൽ ഒരു പാർട്ട്ണർ അല്ലേ നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണാണ്ട്, അങ്ങനെ കാണാത്ത പ്രശ്നം. അതെ അതെ, മൂന്നാമതൊരാളിനെ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ കയറ്റാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അതിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ അവരത് അടിച്ചു കലക്കാനേ നോക്കത്തുള്ളൂ. ഇപ്പൊ നല്ല ഉദ്ദേശത്തോടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഫ്രണ്ടായിട്ടൊക്കെ, അതല്ല ബെസ്റ്റ്. ഞാൻ പറയുന്ന എന്റെ ഇതിലുണ്ടായിരുന്നു അടുത്ത് പണ്ട് എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇത് എന്റെ ബെസ്റ്റിയാന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ ബെസ്റ്റ് എന്ന് പറയാൻ തന്നെ നമുക്കൊരു പേടി, ആൾക്കാർ ആ ഒരു തോട്ടിന് നെയിമിനെ തന്നെ മാറ്റി വെച്ചേ. ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഇവൻ എടുക്കണം, അല്ലെങ്കിൽ അവളെ കയ്യിൽ നിന്ന് കിട്ടാൻ ആ റിലേഷൻ പൊട്ടിക്കുക, ഈ ഒരു പെൺകുട്ടീനെ അവന് സ്വന്തമാക്കണം. ആ ഒരു ചിന്ത സ്വന്തമാക്കണ്ട, അവന് കിട്ടണം, യൂസ് ചെയ്യുക, ഇങ്ങനെ എടുക്കുക, തുപ്പുക, അല്ല അങ്ങനെ ഇങ്ങനെ സക്കുക, തുപ്പുക, അവന്മാരെ കാര്യം നോക്കി അങ്ങ് പോകും. പക്ഷെ ഇവര് ചിന്തിക്കുന്ന വെച്ചാൽ അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ എല്ലാ കാര്യം ചെന്ന് പറഞ്ഞു. വീട്ടില് കഞ്ഞി വെക്കുന്നത്, അമ്മ അങ്ങനെ ചീത്ത പറഞ്ഞത്, പട്ടി തുമ്മിയെന്ന് എല്ലാം ചെന്ന് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം ചെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇവൻ ഇതെല്ലാം കേട്ടോ അങ്ങനെ നിന്നിട്ട് രാത്രിയാകുമ്പോൾ നീ അവൻ എന്ത് പറഞ്ഞേ, അവൻ എന്ത് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ ഹാപ്പി ആണോ, അവൻ അലമ്പാണ്. എന്റെ ഇതിലുണ്ടായിരുന്നു ഒരുത്തെ, അതുകൊണ്ട് എനിക്ക് നല്ലപോലെ എനിക്ക് മനസ്സിലാവും കുറെ ആൾക്കാർ നമ്മുടെ അടുത്തുനിന്ന്. ഇപ്പം എന്റെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം എന്റെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ ആ പുള്ളി രാത്രി വിളിച്ച് ഈ പെൺകുട്ടി എടുത്ത് ഫോൺ വിളിക്കും. നമുക്കൊരു സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ ഇത്ര സമയം വരെ സംസാരിക്കാൻ സ്പേസ്, ഇവർ സ്ഥിരം ഫോൺ വിളിയാണ്. ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ തന്നെ ഇങ്ങനെ ഇത് എന്താ സംസാരിക്കാനുള്ളത് നമ്മൾ ചോദിക്കുമ്പോൾ പറയും പ്രാർത്ഥന എന്ന് പറയും. രാത്രി ഇവര് പ്രാർത്ഥനയാണ്, അത് ഫോൺ വിളിച്ചുള്ള പ്രാർത്ഥന. 10 മണി തൊട്ട്, നമ്മൾ ക്രിസ്ത്യൻസ് ആണ്, അപ്പൊ 10 മണി തൊട്ട് 1 മണി വരെ പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളും വീഡിയോ കോൾ ആണ്. ഇല്ല അതെനിക്കറിഞ്ഞൂടാ. അപ്പൊ എന്നോട് ഞാൻ പറയുന്നല്ല, അങ്ങനെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ കൂട്ടാൻ പറയും. ഞാനും പള്ളിയിൽ പോകുന്നൊക്കെ അല്ലേ, എന്നെ കൂടെ പ്രാർത്ഥനയെ കൂട്ടാൻ പറയാറ്. അപ്പൊ അവൻ അത് ഇഷ്ടമല്ല, ഞാൻ വരുന്ന ഇഷ്ടമല്ല. ഞാൻ അടിപൊളിയായിട്ട് പ്രാർത്ഥിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ അത് അവന് പറ്റൂല, അവനത് ഭയങ്കര പ്രശ്നമാണ്, അവന് എന്നെ കാണുന്നത് അറപ്പാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവര് പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളെല്ലാം റിലേഷനിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. അത് പറ്റൂല, അത് ആ ചേട്ടായിനെ വെറുപ്പിക്കാൻ പറ്റൂല. അങ്ങനെ ഇവര് പ്രാർത്ഥിച്ച് അവസാനം അവൻ പ്രാർത്ഥനയോടും കൂടെ അടിച്ച് 2 പീസാക്കി അങ്ങ് വെച്ച് തന്നിട്ട് അവനും കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല, വേറൊരു പാവം അപ്പാവിന്റെ തലയിലായി. അല്ല ഞാൻ അങ്ങനെ പറയുന്നല്ല, അവനി എങ്ങനെയുള്ളവനെന്ന് എനിക്കറിയില്ല, അത് ദൈവവും അവരും തമ്മിലുള്ള നന്നായൊന്നും ഇരിക്കണ്ട. ഒത്തിരി പ്രാർത്ഥനയുണ്ട് ഇതുപോലെ. അല്ല ഞാൻ ആദ്യമായിട്ട് 10 1 മണിയൊക്കെ പ്രാർത്ഥന, അത് വിശ്വസിക്കാൻ നീയും പ്രാർത്ഥന സത്യം ഭയങ്കര പ്രാർത്ഥന. എന്റെ പൊന്നേക്ക് ഭയ എന്റെ കൊറേ സംഭവങ്ങളുണ്ട്, ഇത് പറഞ്ഞ് ചിരിച്ചിരിച്ചാവുന്നത്. പിന്നെ അവളുടെ ഭർത്താവ് ഇത് കാണണം, അവരുടെ കുടുംബം കലങ്ങണം. അതിന് അവള് പേര് പറയുന്നില്ലല്ലോ. കൊള്ളണം. ഇങ്ങനെ എത്ര കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തറിയൂല എന്നൊരു സംഭവത്തിലാണ് ചെയ്യുന്നത്. ഞാൻ പോയി ഇപ്പൊ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ ചെന്ന് സൂയിസൈഡ് ചെയ്തു, അത് തീർന്നു. ഇവര് സുഖമായിട്ട് അങ്ങ് ചെയ്യും. പക്ഷെ അത് പുറത്ത് 5-6 പേര് അറിഞ്ഞ് നാറുമ്പോൾ ഉള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് നല്ല കൊള്ളണം. ഒരു സമയത്ത് നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് ഒരാളെടുത്ത് നമ്മൾ ആ സ്നേഹം കാണിച്ച് നിൽക്കുമ്പോൾ നമ്മളൊരു വലിയ പട്ടിയാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അവിടെ ഡൗൺ ആയി പോയി നമ്മൾ നമ്മുടെ ലൈഫ് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം. പക്ഷെ ഇപ്പൊ ഒരു കാര്യം ചിന്തിച്ചു നോക്ക്, ഓള ബന്ധുക്കാരും കൂട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ചിലപ്പോൾ എന്റെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. എന്നെ പോയി എങ്ങനെ പോയാലും എന്നെ കാണും, എവിടെ പോയാലും എന്നെ കാണും. അതാണ് റിവെഞ്ച്. ലൈക്ക് ഇപ്പൊ അവര് നമ്മളെ കാണാതിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നമ്മളെ ഫേസ് കാണുന്നില്ല, നമ്മളൊരു പേഴ്സൺ എക്സിസ്റ്റ് ചെയ്യുന്ന അവരെ അറിയുന്നില്ല, എനിക്ക് അവർ സ്മൂത്ത് ആയിട്ട് വെക്കണേ. പക്ഷെ നാളെ ഒരു സമയത്ത് ഒരു ബസ്സിൽ പോകുമ്പോൾ ഒരാൾ എത്തുന്ന എന്റെ വീഡിയോ കാണും, അവർക്ക് കൊള്ളും. മനസ്സിലായ? കാരണം അവര് ചെയ്തു വെക്കുന്ന പറഞ്ഞ കാര്യം ഞാൻ പറയാം, ഒരു റിലേഷൻഷിപ്പിനകത്ത് വേണ്ടെങ്കിൽ
അപ്പം മ്യൂച്വലി അത് പറഞ്ഞ് അവനെ മനസ്സിലാക്കി അവൻ ഓക്കെ ആക്കി വെച്ചിട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ആദ്യമേ പറ്റൂലെങ്കിൽ അങ്ങ് നിർത്തിക്കളയണം. ഇത് കൊണ്ട് വന്ന് എല്ലാം അങ്ങോട്ട് ഇതൊക്കെ എടുത്ത് പറക്കി ഇത് വന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും വേറൊരാളിനെ കാണുമ്പോൾ എനിക്ക് പറ്റൂല, അത് ദൈവഹിതമല്ല. അപ്പൊ പ്രാർത്ഥന, അപ്പൊ ഇത് ഇത്രയും കാലത്തെ ദൈവമൊക്കെ വരും. അപ്പൊ ഈ റിലേഷൻ തുടങ്ങുമ്പോ ദൈവത്തോട് ചോദിച്ചിട്ടല്ല തുടങ്ങുന്നത്. ഈ ക്രിസ്ത്യൻസ് ആയിട്ട് അല്ല, ഞാൻ ഈ ഒരു സ്പെഷ്യൽ സമൂഹമായിട്ടൊക്കെ കുറച്ച് ക്രിസ്ത്യൻ, ഞാൻ ക്രിസ്ത്യനാണ്, ക്രിസ്ത്യനിലുള്ള ആൾക്കാർ. അപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടല്ല തുടങ്ങണം. അത് ആക്ച്വലി അങ്ങനെ ചെയ്യുമ്പോഴേ അങ്ങനെ ചെയ്യുന്നില്ല. ലാസ്റ്റ് ഇത് അവസാനമാകുമ്പോഴത്തേക്കും ദൈവം ഇതല്ല, അത് വീട്ടുകാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, തിരുവനന്തപുരംകാരെ ഇഷ്ടമില്ല, തിരുവനന്തപുരംകാരെ ഇഷ്ടമില്ല, എന്റെ അമ്മേനെ ഇഷ്ടമില്ല. ഏറ്റവും കൂടുതൽ നല്ല ആൾക്കാരുള്ളത് എനിക്ക് ട്രിവാൻഡ്രം ആൾക്കാരാണ്. എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്നപ്പോ ആക്ച്വലി നല്ല സേഫ് ആയിരുന്നു. കൊച്ചിയിലായിരുന്നു വന്നപ്പോ എനിക്ക് കുറെ പ്രശ്നം ഇവര് പള്ളിക്കൂടെ. നല്ല ആൾക്കാര് ട്രിവാൻഡ്രത്തുണ്ട്. അതെല്ലാം തെറ്റായിട്ടുള്ള ഒരു ധാരണയാണല്ലേ, നമുക്കതൊന്നും പിടിക്കത്തില്ല. ട്രിവാൻഡ്രത്ത് പറയുന്നത് ട്രിവാൻഡ്രം ഒക്കെ നല്ല സെറ്റ് സ്ഥലമാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് നമ്മള് എല്ലാം ഇപ്പൊ ഓരോ ആൾക്കാരുടെ സ്നേഹം കാണണം. അവരെ ജാതി അങ്ങനെ നോക്കത്തില്ല. എല്ലാം ആറ്റൂർ പൊങ്കാലയ്ക്ക് പള്ളിയിൽ വരെ പള്ളിയുടെ ഫ്രണ്ടിൽ പൊങ്കാല ഇടുന്ന ആൾക്കാർ. മെയിൻ ആയിട്ട് ഈ കുറെ കോമഡി ഷോയിലുള്ള ആൾക്കാർ ഈ സ്ലാങ് ബേസ് ചെയ്തിട്ട് അത് ഈ പാറശാല സൈഡ്, നെയ്യാറ്റിങ്കര സൈഡൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ. ഞാൻ പാറശാലയാണ്. അല്ല ഔട്ടറുള്ള ആൾക്കാർ, ചില ആൾക്കാർ ഈ ബോർഡർ നിൽക്കുന്ന ആൾക്കാര് അവർക്ക് സ്ലാങ് ആണ്, അതാണ് വ്യത്യാസം പെട്ടെന്ന് അറിയാൻ പറ്റും. കുറച്ച് കോമഡി ആർട്ടിസ്റ്റ് ഒക്കെ കളിയാക്കി തമാശയാക്കി. അപ്പൊ എല്ലാരും നമ്മൾ ആ രീതിയിൽ ഉള്ള ആൾക്കാർ ആ സ്ലാങ് ബേസ് ആണ് കളിയാക്കുന്നത്. തിരുവനന്തപുരം. പുള്ളിക്കാരി എവിടെ ഉള്ളായിരുന്നു? വയനാട്. ഞാൻ ഇതന്നെ സത്യം എല്ലാം പറഞ്ഞു മിക്കവാറെല്ലാം ഇപ്പൊ നിങ്ങൾ എന്റെ അതാണ് ഉള്ളിലുള്ള എല്ലാം ഇങ്ങനെ എടുക്കും. ഓക്കെ, ഇപ്പൊ സൂയിസൈഡിന്റെ കാര്യം നേരത്തെ പറഞ്ഞോണ്ട് പറഞ്ഞു. ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസർ റീസെന്റ് ആയിട്ട് ചിന്നു പാപ്പു സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാണ്. മിക്ക ഇൻഫ്ലുവൻസേഴ്സും പണ്ട് ഓരോ ആൾക്കാരുടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇൻഫ്ലുവൻസേഴ്സ് തൂങ്ങി മരിക്കുക, കൊച്ചു കൊച്ചു പിള്ളേരാ എന്തെങ്കിലും ചെറിയ കാര്യം വേണ്ടി തൂങ്ങി മരിക്കുന്നത് ഒത്തിരി നമ്മൾ കാണുന്നുണ്ട് കുറെ ഇൻഫ്ലുവൻസേഴ്സ്. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ആത്മഹത്യ ചെയ്യരുത്. അതിപ്പോ ഇൻഫ്ലുവൻസർ അല്ല, ആരായിരുന്നാലും ലൈഫിൽ എടുക്കുന്ന ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. കാരണം നമുക്ക് ആ ഒരു ഫേസ് ഓവർകം ചെയ്ത് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ദൈവം വെച്ചിരിക്കും. സത്യം. അത് നമ്മൾ ആ ഒരു ഡൗൺ, പക്ഷെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡൗൺ ആയി പോകും. നമുക്ക് ആ ഒരു പെയിന് സഹിക്കാൻ പറ്റാതെ പല ആൾക്കാർ സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ചിലർ നമ്മൾ ഇന്ന ആളെ വിളിക്കണം, സംസാരിക്കണം എന്നൊക്കെ പറയും. ചിലർക്ക് അത് പോസിബിൾ ആയിരിക്കുന്ന കാര്യമല്ല. നമ്മൾ അതെങ്ങനെയും അതിപ്പോ എനിക്കത് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ആ ഒരു ഫേസ് ഓവർകം ചെയ്തേ പറ്റൂ. നമ്മളിപ്പം എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അത് ആ ഒരു ഫേസ് അങ്ങ് ഓവർകം ചെയ്ത് ഇപ്പൊ മൂന്നാമതൊരാളുടെ സംസാരിച്ച് നമ്മളെ പ്രശ്നം പറഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ പറയണം. ഇപ്പൊ തന്നെ ഇത് ഈ കേരളത്തിൽ തന്നെ നമുക്ക് ലീഗലി കുറെ സിസ്റ്റം ഉണ്ട്. നമുക്ക് സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കാം. അവർ നമുക്ക് കുറച്ച് കൗൺസിലിംഗ് ഒക്കെ തരും. എന്ത് വഴി വേണമെങ്കിൽ ചൂസ് ചെയ്ത് അതെടുക്കണം. കാരണം സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മാത്രമായിരിക്കും ലോസ്. ഒരിക്കലും നമ്മുടെ പേരൻസ് അല്ലാതെ വേറൊരാൾ നമ്മളെ മിസ് ചെയ്യില്ല. ആ മരിക്കുന്ന ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒരു വർഷം നമ്മൾ ആലോചിക്കും. ചിലപ്പോൾ ഈ ഏതെങ്കിലും ഒരു വർഷം ഇതൊക്കെ ചരമവാർഷിക കാലം ഇവ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നൊന്നും ചിന്തിക്കാം. അല്ലാതെ ആരും നമ്മളെ ഓർത്ത് നമ്മളിവിടെ ചാവത്തുമില്ല, പട്ടിണി ഇരിക്കത്തില്ല, ഒരു ദിവസം പോലും ഫുഡ് കഴിക്കാതിരിക്കുമോ? ഇരിക്കില്ല. ഒരാൾ മരിച്ചെന്ന് പറഞ്ഞ ഒരു 3 ദിവസം ആഹാരം കഴിക്കൂലേ? വെള്ളവും ആഹാരം കുടിക്കാതിരിക്കാൻ പറ്റും. പക്ഷെ ചില ആൾക്കാർ ഭയങ്കര ഡൗൺ ആയിപ്പോ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ആ ഒരു പെയിൻ ഇതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാണ് ചെയ്യരുത്. അങ്ങനെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇന്റർവ്യൂ? എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ? ഞാൻ മെയിൻ ആയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ ഇനി സംസാരിച്ചൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അടിപൊളിയായിട്ട് വരും. പിന്നെ എന്റെ തന്നെ വലിയ കുഴപ്പമില്ല, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. റീൽസിലുള്ള ആളല്ല റിയാലിറ്റി എന്നുള്ളത് ഒത്തിരി പേർക്ക് മനസ്സിലാകട്ടെ. റീൽസിൽ നിന്ന് സംസാരിക്കും പോലെയല്ലോ ഒരു 60 സെക്കൻഡ് വീഡിയോയില് കാണുന്നുള്ളൂ. പിന്നെ ഒരു കുറെ പെണ്ണുങ്ങളെങ്ങനെ ഞാൻ ഒരു എന്തെങ്കിലും ഒരു സാധനം ഉള്ളതിന് മാത്രമേ റിയാക്ട് ചെയ്യാറുള്ളൂ. എനിക്ക് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെ എന്റെ പെർസ്പെക്റ്റീവിൽ അത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്റെ ഒപ്പീനിയൻ മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഇവരെല്ലാം മറ്റേതാണെന്നൊന്നും ഞാൻ പറഞ്ഞു വരത്തുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരാണെന്നും പറയുന്നില്ല. പിന്നെ എന്നോട് യോജിക്കാൻ പറ്റുന്ന ആൾക്കാർ എന്റെ കൂടെ നിന്നാൽ മതി. വേറെ ആരും എന്നെ അടുത്ത് പൊക്കണമെന്നൊന്നും. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ.